Sir, കേൾക്കാം. Okay, right. So let us start today's class. നമ്മൾ ഇന്ന് PYQ നമുക്ക് നിങ്ങളുടെ എക്സാമിനേഷൻസിന് പ്രത്യേകിച്ചും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അതിൽ ഗ്രാമർ ടോപ്പിക് വരുന്നുണ്ട്, ഇഡിയംസ് വരുന്നുണ്ട്, സിനോണിംസ് ആൻറ്റണിംസ് വരുന്നുണ്ട്. നമ്മൾ മിക്കവാറും പഠിച്ച റെഫർ ചെയ്തിട്ടുള്ള ഗ്രാമറാണ് കൂടുതലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്, ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഗ്രാമർ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ ചോദിക്കുക. കാരണം എല്ലാവരും ഈ പബ്ലിക്കിനൊരു കുഴപ്പമുണ്ട്, ഒരുപാട് പേരിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ചോദിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഈ ഒരു നെഗറ്റീവ് ഫീലിംഗ് അങ്ങ് മാറ്റുക. ആരും ഇരിക്കട്ടെ, ആര് അറ്റൻഡ് ചെയ്യും, ഏത് മേഖലയാവട്ടെ, നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അത് മറ്റൊരാളിനെ എന്ത് വിചാരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഒരു കോംപ്ലക്സിലൊന്നും ഇരിക്കരുത്. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പം വേറെ ആരും അവിടെ ഹെൽപ്പ് ചെയ്യാൻ കാണില്ല. അതുകൊണ്ടില്ല, എമേഴ്സൺ പറഞ്ഞ പോലെ ദൈ ട്രസ്റ്റ് ദൈ സെൽഫ്, നീ നിന്നെ വിശ്വസിക്കൂ എന്നുള്ള കൊട്ടേഷൻ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ആവശ്യം നമ്മളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഗ്രാമറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അറിഞ്ഞുകൂടാതുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് ചോദിക്കണം, സാർ എനിക്കത് മനസ്സിലായില്ല, അതൊന്നും കൂടി പറഞ്ഞു തരാൻ പറയണം. അല്ലാതെ ക്രൗഡാണ്, ഒരുപാട് പേരുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ഒക്കെ ഇന്നത്തെ കാലത്തിൽ അത് മാറ്റുക. അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എല്ലാവരും കിട്ടുന്നുണ്ടോ? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒരാൾ പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരുടെ ഒപ്പീനിയൻ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്തിപ്പോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഗ്രാമർ ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഇതൊരു കാര്യം ചെയ്യൂ, ശ്രീലക്ഷ്മി ഒന്ന് വായിക്കൂ. ശ്രീലക്ഷ്മി ഒരാളൊന്ന് ഓപ്പൺ ചെയ്ത് വായിക്കൂ. അറിയാവുന്ന കേസാണ്, ഞാൻ പഠിപ്പിച്ചതാണ്. 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. One of the boys selected for the team. One of the boys selected for the team. ആദ്യം അതിന്റെ റൂൾ ഒന്ന് പറയാമോ? വൺ ഓഫിന്റെ ആപ്ലിക്കേഷൻ, ഇതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ്. ശ്രീലക്ഷ്മിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയൂ. വൺ ഓഫിന്റെ റൂൾ എന്താണ്? മറന്നുപോയോ ശ്രീലക്ഷ്മി? മറന്നുപോയോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 എണ്ണം വരുന്ന റൂളാണ്. അപ്പൊ വൺ ഓഫിന് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. വൺ ഓഫ് ദ ഗേൾസ്, വൺ ഓഫ് ദ ബോയ്സ്, വൺ ഓഫ് ദ ടീച്ചേഴ്സ്, വൺ ഓഫ് ദ ആർട്ടിസ്റ്റ്, വൺ ഓഫ് ദ പ്ലേയേഴ്സ്. എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് മാറ്റം ഉണ്ടാവും. ഇതിനകത്ത് ഇപ്പൊ വെർബാണ് തന്നിരിക്കുന്നത്, പക്ഷെ പലതിലും സബ്ജക്റ്റ് ചിലപ്പോൾ വൺ ഓഫ് ദ ബോയ്, വൺ ഓഫ് ദ ടീച്ചർ, വൺ ഓഫ് ദ ആർട്ടിസ്റ്റ് അങ്ങനെയും ചോദിക്കും. പക്ഷെ അതും തെറ്റാണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ ശ്രീലക്ഷ്മി പറയും അതിന്റെ ആൻസർ. ഈസ്. കാരണം ബാക്കിയെല്ലാം പ്ലൂറൽ. ആറ് വരില്ല, വേറെ വരില്ല, ഹാവ് വരില്ല, അതെല്ലാം പ്ലൂറലാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റിനെ കുറിച്ച്? നമ്മുടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന 35ഓളം കുട്ടികളുണ്ട്. എനിബഡി ഹാസ് എനി ഡൗട്ട്? ആർക്കും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പൊ മനസ്സിലാക്കി പോയാൽ മതി. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അസൈസ് ചെയ്തില്ല എന്ന് വേണ്ട. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ച് ചോദിച്ച ഫോർമാറ്റാണിത്. ഹരിത കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഹരിത വായിച്ചോളൂ. Each of the students
given an ID card. ഹരിതയ്ക്ക് അതിന്റെ റൂൾ അറിയാമോ? ഈച്ച് ഓഫ് വന്നാൽ എങ്ങനെ എഴുതണ്ടെന്ന്? Each of the വരുമ്പോ സിംഗുലർ ആയിരിക്കും. ബിഗിനിങ് ചെയ്യേണ്ട ഈച്ച് ഓഫ് ആണെങ്കിൽ. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ ഈച്ച് ഓഫ് ദ ഗേൾസ്, ഈച്ച് ഓഫ് ദ റൈറ്റേഴ്സ്, ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ്, ഈച്ച് ഓഫ് ദ ഓരോരുത്തരും എന്നാണ് ഈച്ച് ഓഫ്. അതേപോലെ ഈച്ച് സ്റ്റുഡന്റ് എന്ന് വന്നാലും അങ്ങനെ തന്നെയാണ്. ഈച്ച് എവരിയൊക്കെ വരുമ്പോഴും വെർബ് സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പറയാമോ ഇതിന്റെ ആൻസർ? വാസ്. ബാക്കിയെല്ലാം പ്ലൂറലാണ്. 6 പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്, ഹാവ് പ്ലൂറലാണ്. അപ്പോൾ അത് പ്ലൂറൽ എന്തായാലും വരില്ല. അപ്പോൾ ഒരെണ്ണം അതെല്ലാം എലിമിനേഷനിലേക്ക് പോകും. അപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റ്, വാസാണ്. അദ്ദേഹം ഇപ്പം ചോദിച്ച 2 പേരും കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അവർ അതിൻ്റെ ഉത്തരം പറയുകയും ചെയ്തു. യെസ്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഇതെല്ലാം ചോദിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഇതിൻ്റെ പൂളിലുള്ളതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ക്വസ്റ്റ്യനും. ഇതെല്ലാം ഒരേ പൂളിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഡിഗ്രി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത് നിങ്ങൾക്കൊരു ഇതായിട്ട് തോന്നണ്ട, നിങ്ങളുടെ അത് തന്നെ കയറി വരുന്നുണ്ട്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ്. ജിജി ഒന്ന് വായിക്കോ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. A number of students dash absent today. എ നമ്പർ ഓഫിന്റെയും ദ നമ്പർ ഓഫും തമ്മിലുള്ള വ്യത്യാസം എ നമ്പർ ഓഫും ദി നമ്പർ ഓഫും കൂടെ വന്നുള്ള വ്യത്യാസം എന്താണ്? എ നമ്പർ ഓഫും ദി നമ്പർ ഓഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജിജി, A number of എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റുഡൻസിലെ ഒരാള്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസോ? വാസ്. ആണോ? അതാണ് ചോദിച്ചത്. ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നല്ലോ, കുട്ടികളുടെ എണ്ണം. എ നമ്പർ ഓഫ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം കുട്ടികളെന്നല്ലേ. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു കൂട്ടം കുട്ടികൾ ആബ്സെന്റ് ആണെന്നല്ലേ. ഒരു കൂട്ടം കുട്ടികൾ, അപ്പോൾ കുറച്ചേറെ കുട്ടികളുണ്ട്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദി നമ്പർ ഓഫ് വരുമ്പോഴാണ് സിംഗുലർ വരുന്നത്. ദി നമ്പർ ഓഫ് വരുമ്പോഴാണ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ആണ്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കഴിഞ്ഞ് പ്ലൂറലാണ്. അപ്പൊ അന്നേരം ഏതായിരിക്കും വരേണ്ടത്? ജിജി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു സാർ. ജിജി എ നമ്പർ ഓഫും ദി നമ്പർ ഓഫും ജിജി ഓർത്തിരിക്കുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ് ടുഡേ. ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവരുടെ എണ്ണം അത് സിംഗുലറായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ സിംഗുലർ വെർബും എ നമ്പർ ഓഫ് ഇതാ എവിടെയാണെന്ന് അറിയാമോ? അൺകൗണ്ടബിൾ ആയിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞ് ശരിയായിരുന്നു. കൗണ്ടബിൾ ആണ് വിദ്യാർത്ഥികൾ. അപ്പൊ കുറേയേറെ കുട്ടികൾ ഇന്ന് ആബ്സെന്റ് ആണ്. അപ്പോൾ അവരുടെ എണ്ണം എന്നുള്ള ദ നമ്പർ ഓഫ് എന്നായിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞ സിംഗുലർ വെർബിലേക്ക് വന്നേനെ. ഇതിപ്പോ ഒരൊറ്റ പ്ലൂറൽ വെർബേ ഉള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ബാക്കിയെല്ലാം സിംഗുലറാണ്. ഈസ് ഉപയോഗിച്ചാലും വാസ് ഉപയോഗിച്ചാലും ഹാസ് ഉപയോഗിച്ചാലും സിംഗുലറാണ്. അപ്പം ഒരെണ്ണം മാത്രമേ ഉള്ളൂ പ്ലൂറൽ. ക്ലിയർ ആയോ? ബുദ്ധിപരമായിട്ട് നോക്കിയാലും അറിയാത്. മനസ്സിലായോ പറഞ്ഞത്? ഇല്ല. ഓക്കെ സാർ. ജിജിക്ക് മനസ്സിലായാലും ഇപ്പോഴും. ജിജി ഓപ്ഷൻസ് നോക്കിയോ? ഓപ്ഷൻസിനകത്ത് ബാക്കി 3 സിംഗുലർ അല്ലേ കിടക്കുന്നത്? ഒരെണ്ണം മാത്രമല്ല ഉള്ളു പ്ലൂറൽ. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആൾക്കാർക്ക് തെറ്റരുത്. ഒരു എ എന്ന് പറയുമ്പോൾ ഒന്നെന്നുള്ള അർത്ഥത്തിലാണ് കണ്ടത്. അത് ഇവിടെ നമുക്ക് ലോജിക്കലായിട്ടൊന്ന് നോക്കിയാൽ നമ്മളതിന് എന്താ പറയും? ഇൻഫറൻസ് എന്ന് പറയും. ലോജിക്കൽ കൺക്ലൂഷന് പറയുന്ന പേരാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് 3 സിംഗുലറാണ്. അപ്പം അത് 3 എന്തായാലും വരില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയും ആൻസർ കണ്ടെത്താം. അത് നമ്മൾ ഇത് തന്നിരി ഗ്രാമർ അറിയാത്ത ഒരാൾക്ക് കണ്ടെത്താവുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ 3 സിംഗുലറാണ്. അപ്പൊ അതിലൊരു പ്ലൂറലേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതായിരിക്കും ആൻസർ എന്ന് തിരിച്ചറിയുക. ഓക്കെ.
ഇപ്പൊ സാരമില്ല, ബാക്കിയുള്ളവർക്ക് കൂടെ. എനിബഡി ഹാസ് എനി ഡൗട്ട്? ഇപ്പൊ 40-ലേറെ പേർ പങ്കെടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച്? ഇല്ല എന്ന് തോന്നുന്നു. ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 3 കഴിഞ്ഞു. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. യെസ്, ദ ക്വാളിറ്റി ഓഫ് ദ മാംഗോസ് ഡാഷ് നോട്ട് ഗുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇവര് 3 പേരും അല്ലാത്ത മറ്റൊരാൾക്ക്, ഇപ്പൊ ഫാത്തിമയ്ക്ക് പറയാം ആൻസർ. ഈസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഫാത്തിമ, എന്തുകൊണ്ടാണ് ഈസ് ആണെന്ന് പറഞ്ഞത്? ബാക്കിയെല്ലാം പ്ലൂറൽ ആയതുകൊണ്ടാണോ? ഫാത്തിമ ഒരു ബുദ്ധി ഉപയോഗിച്ചു. നോക്കിയപ്പം അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്, 3 പ്ലൂറലാണ്. അന്നേരം അത് വരത്തില്ല. അപ്പൊ ഈസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണോ വിചാരിച്ചേ? ക്വാളിറ്റി ഗുണം. അവിടെ ഒരു പ്രശ്നം. നമുക്കിവിടെ വേറൊരു റൂളുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. 2 സബ്ജക്റ്റുകളെ ഓഫ് എന്ന് പറയുന്ന ഒരു അഡ്ജങ്ക്റ്റീവ് ഉണ്ട്, കൺജങ്ഷൻ കൊണ്ട്. ഇവിടെ പ്രിപ്പോസിഷൻ എന്നതിലുപരി കണക്റ്റീവ് ആണ്. ദ വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. ഈ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ദ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്. ദ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, ദാ വെച്ച് ആരംഭിച്ചേക്കുന്നു. ഡോക്യുമെന്റുകളുടെ ലിസ്റ്റ് ഹാസ് ആണ് വരേണ്ടത്. കാരണം ദ ലിസ്റ്റ് എന്നുള്ളത് ഒരു സബ്ജക്റ്റ്, ഡോക്യുമെന്റ്സ് മറ്റൊരു സബ്ജക്റ്റ്. ഇപ്പൊ താങ്കൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ക്വാളിറ്റി, ഗുണം, മാംഗോസ് മറ്റൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ 2 സബ്ജക്റ്റ്, ദ ക്വാളിറ്റി, ദ മാംഗോസ്. കണക്ട് ചെയ്തിരിക്കുന്നത് ഓഫ്. അത് ഒരു കാര്യം. പിന്നെ താങ്കൾ ഉദ്ദേശിച്ച പോലെ 3 ഓപ്ഷൻ നോക്കിയപ്പോൾ 3 പ്ലൂറൽ കിടക്കുന്നത്. അപ്പൊ എന്തായാലും അത് വരത്തില്ലെന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ കറക്റ്റ് ഈസ് ഇരിക്കട്ടെ. അങ്ങനെയും ചിന്തിച്ചെഴുതുന്നവരുണ്ട്. എന്തായാലും ഈസ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ ഫാത്തിമ. ഫാത്തിമ കേട്ടില്ലയോ? അതോ പോയോ? കേട്ടു സാർ. ആൻസർ മനസ്സിലായി എങ്ങനെ ആണെന്നുള്ളത്? മനസ്സിലായി. റൈറ്റ്. എനിബഡി ഹാസ് ഡൗട്ട്സ്? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ക്വാളിറ്റി അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് എടുത്തൂടെ? ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ഞാൻ പറഞ്ഞുതരാം. നമ്മള് 2 സബ്ജക്റ്റുകൾ, ഒന്നാമത് ദാ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, അതിരിക്കട്ടെ. അല്ലാതെ തന്നെ 2 സബ്ജക്റ്റുകളെ നമ്മളൊരു പ്രിപ്പോസിഷൻ കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. അതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ്. ഇപ്പൊ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് പറഞ്ഞ ആള് മറുപടി പറയണം, ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഈസ് വെരി ഹൈ എന്ന് പറയോ, ആർ വെരി ഹൈ എന്ന് പറയോ? എന്തായാലും പറയൂ. താങ്കൾ, ഞാൻ വഴക്കല്ല പറഞ്ഞു, താങ്കൾ എന്ത് പറയുമെന്ന് പറയൂ ആദ്യം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആർ വെരി ഹൈ. തെറ്റാണ്. അതാണ് പ്രശ്നം. പ്രൈസ് എന്ന് വെച്ചാൽ വില. നമ്മൾ കടയിൽ ചെന്ന് ഇവിടുത്തെ ഇതിന്റെയൊക്കെ വിലകൾ എന്താണെന്നാണ് ചോദിക്കുന്നത്, വില എന്താണെന്നാണ് ചോദിക്കുന്നത്, സാധനത്തിന്റെയൊക്കെ വില എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ വില എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, വിലകൾ എന്താണെന്ന് ചോദിക്കാറില്ല. അതേപോലെ ക്വാളിറ്റി എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ഇപ്പൊ താങ്കൾ പഞ്ചസാരയ്ക്ക് മധുരം ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും കയ്പുണ്ടോ, അതൊരു ക്വാളിറ്റി അല്ലേ? അത് തന്നെ അൺകൗണ്ടബിൾ തന്നെയാണ്. അത് ഒരു വസ്തുത. പക്ഷെ അതിലുപരി നമ്മൾ എപ്പോഴും 2 സബ്ജക്റ്റുകളെ ഓഫ് എന്ന് പറയുന്ന ഒരു അഡ്ജങ്ക്റ്റീവ് കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ചിന്തിച്ചോണം. അതൊരു റൂളാണ്. ഇതിനകത്ത് ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലറാ, ഗുണം. താങ്കൾ പറഞ്ഞതുപോലെ അൺകൗണ്ടബിൾ ആക്കി കൂട്ടിക്കോ. ഇവിടെ മാംഗോസ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിളും ആണ്, പക്ഷെ ഇത് സിംഗുലറും ഇത് പ്ലൂറലുമാണ്. ഇങ്ങനെ 2 സബ്ജക്റ്റുകളെ നമ്മൾ ഓഫ് എന്നൊരു അഡ്ജങ്ക്റ്റീവ് കൊണ്ട്, ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്ട്. വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്ട്. അങ്ങനെ അത് മാത്രമല്ല, ഇനി ബുദ്ധിപരമായിട്ട് പറയാം. ഇവിടെ ആറ്, വേറ്, ഹാവ്, ഇത് 3 പ്ലൂറലാണ്. മനസ്സിലായി? താങ്കൾക്ക് ഇപ്പൊ ഗ്രാമർ ഒന്നും അറിഞ്ഞുകൂടാന്ന് തന്നെ ഇരിക്കട്ടെ, സിംഗുലറും പ്ലൂറലും അറിയാം. അറിയില്ല, എനിക്കൊരു ഗ്രാമറും അറിയില്ല. അത് വിഷമമില്ല. അതങ്ങ് ഒരുപാട് പേർക്കില്ലേ, ആർക്കും ഇതിങ്ങനെ ഫുൾ അറിയാവുന്ന, നമ്മൾ മലയാളീസ് അല്ലേ.
അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ഇതറിയാൻ നോക്കട്ടെ. സിംഗുലർ വെർബും പ്ലൂറൽ വെർബും മാത്രം പഠിച്ചു വെച്ചാലും നമുക്കറിയാം ഇത് മൂന്നും പ്ലൂറൽ ആയതുകൊണ്ട് ഇത് മൂന്നും എന്തായാലും എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. ക്ലിയർ ആയോ? മനസ്സിലായോ? ബുദ്ധിപരമായിട്ട് ചെയ്യുമ്പോഴേ ഇത് മൂന്നും പ്ലൂറലാണ്. പ്ലൂറലാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് എഴുതിയാ ഇതായിക്കൂടെ അത് മൂന്ന് എഴുതിയാലും അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എഴുതാമല്ലോ. അപ്പൊ ഇത് മൂന്നും ഒരു പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് ഈ മൂന്നെണ്ണത്തിനെ ഒഴിവാക്കാം. ഇത് സിംഗുലറാ. ശരി ശരി സാർ, മനസ്സിലായി. അപ്പൊ ഇതിന് പകരമായിട്ട് ഒരു സിംഗുലർ വെർബ് ഇല്ല ഇതിനകത്ത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. എപ്പോഴും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ലോജിക്കൽ മീൻസ് ഒരു ഇൻഫറൻസിന്റെ അർത്ഥം ലോജിക്കൽ കൺക്ലൂഷൻ എന്നാണ്. യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്തതിന്റെ ഉത്തരത്തിൽ എത്തുന്നതിനെയാണ് ലോജിക്കൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയാം. ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല താങ്കളെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയൊന്നും അല്ല, ഒന്ന് പറയാൻ ചോദിച്ചത്. നമ്മൾ സാധാരണ രീതിയിൽ എന്ത് എഴുതും എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? 45ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ആണ്. എനിബഡി ഹാസ് എനി ഡൗട്ട്? ഇല്ല എന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനെ മറന്നു പോയില്ല. ഇങ്ങനെയൊക്കെ ഡൗട്ടുകളൊക്കെ ആർക്ക് ചോദിക്കുമ്പോൾ എക്സാമിനേഷൻ നമ്മൾ മറക്കില്ല. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോറി പോട്ടെ, അടുത്തതിലേക്ക് പോകാം. നല്ലൊരു ഫോർമാറ്റാണിത്. ഇതിപ്പോ വായിക്കാൻ വേണ്ടി നമ്മുടെ ബിന്ദു എന്ന മറ്റൊരു ടീച്ചറുണ്ട്. ബിന്ദു ടീച്ചർ ഒന്ന് വായിക്കൂ. സാർ ബിന്ദു ഫെലിക്സിനെയാണോ വിളിച്ചത്? അതെ, കറക്റ്റ്. അത് ബിന്ദു ഫെലിക്സ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ബിന്ദു എന്നുള്ള പേരുണ്ടോ എന്നുള്ളത് അറിയില്ല. മേ ബി ദാറ്റ് അങ്ങനെ ഉണ്ടാകാം. പക്ഷെ ഞാൻ ഇനി അതുകൊണ്ട് ഇനി വിളിക്കുമ്പോ ബിന്ദു ഫെലിക്സ് എന്ന് തന്നെ പറയാം. ഞാൻ വായിക്കാം സാർ. Neither the teacher nor the students dash present. ബിന്ദു ഫെലിക്സിന്റെ അർത്ഥ ഒരു കൺസെപ്റ്റില് ഈ നെയ്തർ നോറിന്റെ യൂസേജിന്റെ ഒരു റൂൾ വല്ലതും അറിയാമോ? ഇല്ല, ഒന്നും അറിയത്തില്ല. അറിയില്ല. അപ്പൊ ഞാൻ ബിന്ദുവിനും മറ്റുള്ളവർക്കും വേണ്ടി ആ റൂൾ ഒന്ന് പറയാം. ഈ ഓറ് വെച്ചും നോട്ട് ചെയ്തോണം. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ലല്ലോ. ഐദർ ഓറ്, നെയ്തർ നോറ്, 3 എണ്ണത്തിന്റെ ആൻസറായി. ഐദർ ഓറ്, നെയ്തർ നോറ്, അതേപോലെ ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ. നമ്മൾ ഇവ വെച്ചൊക്കെ എഴുതുമ്പോ ഈ 5 റൂളാണേ പറഞ്ഞത്. 5 മാർക്കാണ്. വെർബ് ഈ ഒടുവിൽ വരുന്ന സബ്ജക്റ്റിന്റെ എന്ന് വെച്ചാൽ ക്രിയയോട് അടുത്ത് വരുന്ന ആ ഹൈഫൺ ഇട്ടേക്കുന്നതിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിന്റെ എണ്ണം അനുസരിച്ച് വരും. അപ്പം ബിന്ദുവിന് ഇനിയൊന്ന് പറയാമോ, ഇതിനകത്ത് ക്രിയയോട് അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? സ്റ്റുഡൻസ് ആണ്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏത് വെർബായിരിക്കും വരിക? പ്ലൂറൽ വെർബായിരിക്കും. ഇതിനകത്ത് ഏതാണ് പ്ലൂറൽ വെർബ്? ആറാണ്. കറക്റ്റ് ആൻസറാ. ഇനി ഞാൻ നിങ്ങൾക്ക് ലോജിക്കലായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈസ്, വാസ്, ഹാസ്, ഇത് മൂന്നും സിംഗുലർ ആണ്. അപ്പൊ ഇതിനകത്ത് ഈസ് എഴുതിയാൽ വാസ് എഴുതിക്കൂടെ? വാസിന് പകരം ഹാസ് എഴുതിക്കൂടെ? അതൊക്കെ വേണമെങ്കിൽ എഴുതാം, കാരണം അത് 3 സിംഗുലറാ. പക്ഷെ അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അത് 3 എന്തായാലും വരില്ല. പ്ലൂറലായിട്ട് ഒരു സാധനമേ ഉള്ളത്. ഏതാണ്? 6. അപ്പൊ ഗ്രാമർ പഠിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇച്ചിരി കോമൺ സെൻസ് കൂടെ അപ്ലൈ ചെയ്താൽ സംഭവം ഒക്കെ ആയിരിക്കും. അപ്പം നൈദർ ദ ടീച്ചർ അവിടെ ഒരാളേ ഉള്ളൂ, നോർ ദ സ്റ്റുഡൻസ്, ആ 2 സബ്ജക്റ്റായി ടീച്ചറും സ്റ്റുഡൻസും. ഇവിടെ രണ്ടാമത്തെ എന്ന് പറയാൻ പറ്റില്ല, ക്രിയയോട് അടുത്ത് കിടക്കുന്നത് പ്ലൂറലാണ്. അപ്പൊ അവിടെ എന്ത് വരും? 6 വരും. സ്റ്റുഡൻസ് ഒന്നിലധികം ഉണ്ട്. മറിച്ച് ടീച്ചറാണ് ഒടുവിൽ വന്നെങ്കിൽ ഈ പറഞ്ഞതിൽ ഈസോ വാസോ ഒക്കെ എഴുതാം. ഓക്കെ ആയോ ബിന്ദു ടീച്ചറെ? താങ്ക് യു സർ. ഇവിടെ വേറെ ബിന്ദുസ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ ബിന്ദു ഫുൾ എന്താണ് പേര്? അടുത്ത ഒരു ബിന്ദുവിനെ കാണുന്നുണ്ടല്ലോ, ഇത് ബിന്ദു ഫെലിക്സ് ആണ്. മറ്റേ ബിന്ദുവിന്റെ പേരെന്താ? നമ്മുടെ ആൽത്തറയിൽ ആളുമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ബിന്ദു ഇല്ലേ? ബിന്ദു
MS. എം എസ്. അത് അറിയണ്ടേ, നമ്മളിപ്പോ മറ്റേ ബിന്ദു അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഇനി അടുത്ത ഒരാള് എഫ് ആണെങ്കിൽ അടുത്ത ആള് എം ആണ്, മനസ്സിലായില്ലേ? റൈറ്റ്. അപ്പൊ ബിന്ദു ടീച്ചറിന് പറയാം അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ബിന്ദു എം എസ്. ബിന്ദു എം എസ് ഇത് പറയും. One of my friends have gone to Delhi. Can you see any mistake? Can you see any mistake in the given sentence? One of my friends മിസ്റ്റേക്ക് എവിടെങ്കിലും ഉണ്ടോ? have ഹാവ് ഉണ്ട്. അവിടെ എന്താ വേണ്ടത്? had on. ഷെടാ, ഹാർഡ് ഇപ്പം ഫ്രണ്ട്സ് ഹാർഡ്. One of my friends. അപ്പോ ബിന്ദു എം എസിന് ഇതിനെ കുറിച്ച് ആശങ്കയുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. അതിനുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിന്ദു കേട്ടോളൂ. ഞാൻ മുമ്പേ പറഞ്ഞ റൂളാണ്, വൺ ഓഫ് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നുള്ള സബ്ജക്റ്റ് കറക്റ്റ് ആണ്. പക്ഷേ സജന ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. സജന ഹാസാണ്. അപ്പം ശരിയാണ്, ആ കുട്ടി അറിയാവുന്നുണ്ട്, അത് പറഞ്ഞു, നന്നായി. അപ്പൊ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പൊ അത്രയും ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല. ഇനി രണ്ടാമത്തെ സെഷൻ എടുക്കണം. ഹാവ് ഗോൺ എന്നാണ്. ഒരാളെ ഉള്ളെങ്കിൽ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ്, അതുകൂടെ കേട്ടോണം, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബിന് പ്രസന്റ് പെർഫെക്റ്റ് എന്നാ പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നതിന് പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോ നമുക്കിവിടെ ഒരാളേ ഉള്ളൂ. ഒരാൾക്ക് ഹാവ് ചേർത്താൽ തെറ്റാണ്. ഹാവ് ഒന്നിലധികം പേരുടെ കൂടെ ചേർക്കൂ. ഒരു പ്രവൃത്തി ഇപ്പൊ പൂർത്തീകരിച്ചു, ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ. ഇപ്പൊ പൂർത്തീകരിച്ച ഒരു പ്രവൃത്തി ഇപ്പൊ തീർന്നതേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ് നമ്മൾ പറയത്തില്ല, ദ ക്ലാസ് ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ്. ഞാൻ ഇപ്പൊ അവിടെ ഇങ്ങോട്ട് പോരുന്നേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ലെഫ്റ്റ്. ദേ ഹാവ് ഗോൺ, അവർ പോയി കഴിഞ്ഞു. ദേ ഹാവ് ഓൾറെഡി ഗോൺ. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ ഇവിടെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പോയി കഴിഞ്ഞു. ഹാവ് ഗോൺ എന്നുള്ളത് തെറ്റാണ്. അപ്പൊ മുമ്പേ സജന എഴുതിയ പോലെ നമ്മൾക്ക് മെസ്സേജ് തന്നു, ഹാസ് ഗോൺ ആണ് വരേണ്ടത്. അപ്പൊ ആ ബി പാർട്ടിലാണ് മിസ്റ്റേക്ക്. ഇപ്പൊ ബിന്ദു എം എസിന് മനസ്സിലായ കാര്യം? മനസ്സിലായി സർ. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. റൈറ്റ്. ഇനി നമ്മുടെ സജനയോട് തന്നെയാണ് ചോദ്യം. സജന പഠിക്കുന്ന കുട്ടിയാണ്, അറിയാം. ഭാര്യയാരും പഠിക്കില്ലെന്നല്ല പറഞ്ഞത്. അദ്ദേഹം അത്രയും കോൺഫിഡൻസ് ഉണ്ടായിട്ടല്ലേ നല്ലൊരു ആൻസർ തന്നത്. സജന ഇതൊന്ന് വായിക്കൂ. സജന, The list of items are on the table. ദ ലിസ്റ്റ് ഓഫ് ഐറ്റം. അതിപ്പോ സജന പെട്ടെന്ന് മറുപടി പറയാം. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആർ ഓൺ ദ ടേബിൾ. അത് നമ്മുടെ നോക്കൂ, കേന്ദ്രീയ വിദ്യാലയത്തിന്റെ എക്സാമിനേഷന് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. KVS PYQ ആണ്. അപ്പൊ സജന തന്നെ പറഞ്ഞോളൂ. Are on. അവിടെ എന്താ മിസ്റ്റേക്ക്? Is on. എന്തുകൊണ്ട്? അത് ദ ലിസ്റ്റ് എന്ന് വന്നപ്പോ സിംഗുലർ ആയിട്ട്. ദ ലിസ്റ്റ് ഏകവചനമാണ്, സിംഗുലർ ആണ്. കറക്റ്റ്. ഐറ്റംസ് എന്നുള്ളത് പ്ലൂറൽ ആണ്. അതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഓഫാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കങ്ങ് തറവാകും. മുമ്പേ ഒരാൾ ചോദിച്ച ആൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇത് ദ ലിസ്റ്റ് എന്നുള്ളത് ഒരു സബ്ജക്റ്റ്, ഐറ്റംസ് എന്നുള്ളത് മറ്റൊരു സബ്ജക്റ്റ്. ഈ രണ്ട് സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തിരിക്കുന്ന കണക്ടർ, നമ്മൾ സാധാരണ പൈപ്പ് ലൈനൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ നമ്മളത് പൊട്ടിയാലൊക്കെ കണക്ടർ ഇടും. രണ്ട് സൈഡിൽ നിന്ന് ഇട്ട് അങ്ങോട്ട് ശരിയാക്കിയാണ് പൈപ്പ് പിന്നെ യൂസ് ചെയ്യുന്നത്. അതേപോലെ ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആറെന്നുള്ളത് തെറ്റാണ്. ഈസ് ആണ് വേണ്ടത്. ഓൺ ദ ടേബിൾ. പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സജന ഞാൻ മിടിക്കുകയാണെന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. യെസ്. Thank you, sir. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് സജന കഴിഞ്ഞിട്ട് ആരോ ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നു. മറ്റൊരാൾ പറയൂ.
ഞാൻ എല്ലാവരുടെയും പേരൊന്നും ശ്രദ്ധിക്കുന്നില്ല, പേര് പറഞ്ഞുള്ളൂ. ഒരാൾ പറഞ്ഞുള്ളൂ, വായിച്ചുള്ളൂ. ഇവര് വായിച്ചവർ വേണ്ട. ബിന്ദുമാര് രണ്ടുപേരും വേണ്ട, പിന്നെ 1-2 പേരെ വിളിച്ചില്ല, അവരാരും വേണ്ട. സജിനയും വേണ്ട. മറ്റൊരാൾ വായിക്കും. എന്താ വായിക്കാത്തത്? തെറ്റ് വന്നോട്ടെ, നമ്മൾ കറക്റ്റ് ചെയ്ത് തരില്ലേ? Each of the players were awarded a certificate. ശോഭയാണ് വായിച്ചല്ലേ? അതെ അതെ. ഈച്ച് ഓഫ് ദ Players ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ്, ബാക്കി വായിച്ചോളൂ. were awarded a certificate. അപ്പൊ നമ്മുടെ വൺ ഓഫിന്റെ അതേ റൂളിൽ വരുന്ന മറ്റൊരു സെന്റൻസ് ആണ്. അപ്പൊ എല്ലാരും കേൾക്കേണ്ടത് 5 ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു 5 റൂളാ പറയാൻ പോകുന്നത്. ഇതുവരെ കേൾക്കാത്തവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും ഒരിക്കൽ കൂടി കേൾക്കാൻ പറ്റുന്നതാണ്. വൺ ഓഫിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കങ്ങ് തറവാകും. വൺ ഓഫിന് ശേഷം, ഈച്ച് ഓഫിന് ശേഷം, എവരി വൺ ഓഫിന് ശേഷം, ഞാൻ ഇനി ചോദിക്കും എത്ര എണ്ണം ഞാൻ പറഞ്ഞെന്ന്. വൺ ഓഫിന് ശേഷം, ഈച്ച് ഓഫിന് ശേഷം, എവരി വൺ ഓഫിന് ശേഷം, ഐദർ ഓഫിന് ശേഷം, നൈദർ ഓഫിന് ശേഷം, നൺ ഓഫിന് ശേഷം. സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. വെർബ് സിംഗുലറും ആയിരിക്കും. ഈ ഓഫ് എന്ന അഡ്ജങ്ക്റ്റ് ചേർന്ന് വരുമ്പോഴാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആവുന്നത്. അതില്ലെങ്കിൽ നമ്മൾ ഈച്ച് സ്റ്റുഡൻ്റ് എന്നേ പറയുള്ളൂ, എവരി പ്ലെയർ എന്നേ പറയുള്ളൂ. ഈ ഓഫ് വരുമ്പോഴാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആവുന്നത്. അത് കൃഷ്ണപ്രസാദ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ഞാൻ പറഞ്ഞ റോള് കൃഷ്ണപ്രസാദ് ഒന്ന് പറയൂ. സാറേ, ഈച്ച് ഓഫ്, വൺ ഓഫ്, നൺ ഓഫ്. ഈ ഓഫ് വരുന്നോണ്ടാണ് ഇതിന് ശേഷം വരുന്ന സബ്ജക്ട് ഇത് പറയുന്നത് അത് പ്ലൂറൽ ആയിട്ട് വരും. അത് കഴിഞ്ഞ് വരുന്ന ഇത് വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാർ ആയിരിക്കും. ഈച്ച് ഓഫ് ദ പ്ലെയർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്ലെയറിലും, അതായത് ഓരോരുത്തരെ സ്പെസിഫിക് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്, സിംഗുലാർ ആണ്. അപ്പൊ വെർബ് നമ്മൾ എടുക്കുമ്പോ സിംഗുലാർ വെർബ് എടുക്കുന്നു സാറേ. അപ്പം കൃഷ്ണപ്രസാദ് റിപ്പീറ്റ് ചെയ്തപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 6 എണ്ണമുണ്ട്. അത് ഒരിക്കൽ കൂടി നോട്ട് ചെയ്യേണ്ട കുട്ടികൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. വൺ ഓഫിന് ശേഷം, ഈച്ച് ഓഫിന് ശേഷം, എവരി വൺ ഓഫിന് ശേഷം, ഐദർ ഓഫിന് ശേഷം, നൈദർ ഓഫിന് ശേഷം, നൺ ഓഫിന് ശേഷം. ഇത്രയും 6 എണ്ണത്തിന് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. പക്ഷെ ഈ ഈച്ച് എവരി മാത്രം വന്നാൽ ഒരിക്കലും നേരിട്ട് നിങ്ങൾ പ്ലേയേഴ്സ് എന്നോ സിംഗേഴ്സ് എന്നോ ഡാൻസേഴ്സ് എന്നോ എഴുതാൻ പാടില്ല. ഓഫ് കൂടെ ഉണ്ടെങ്കിലേ പറ്റൂ. ഓഫ് എന്ന അഡ്ജങ്ക്റ്റും കൂടെ വരണം. ആ പ്രിപ്പോസിഷനും കൂടെ ചേർന്ന് വന്നാലേ പ്ലേയേഴ്സ്, സിംഗേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റൂ. വെരി ഗുഡ് ബിന്ദു. വൺ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ്. മിടുക്കി, നന്നായി. 6 എണ്ണം ഇപ്പൊ ബിന്ദു എഴുതി കാണിച്ചു. അതേപോലെ എല്ലാവരും അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് അക്കാര്യത്തിൽ കൺഫേം ആണ്, എങ്ങും പോവില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ അതൊരു മുതൽക്കൂട്ടാണ്. മറ്റൊരാൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പറഞ്ഞ HSST പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് എഴുതാം. ഇപ്പൊ കേറ്ററ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു എക്സാമിനേഷൻ അല്ല, ഇറ്റ് വിൽ ഹെൽപ്ഫുൾ ഫോർ സെവറൽ എക്സാമിനേഷൻ. അപ്പൊ ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് എന്തോ പറഞ്ഞപ്പോ മക്കൾക്കും പറഞ്ഞു കൊടുക്കാം. തീർച്ചയായും. പിന്നെ അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ്, ആരും കെയർ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവനവന്റെ മക്കൾക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾ വരുമ്പം അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാം, ഞാൻ ഫോൺ എടുത്ത് മറ്റവരെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച്. എന്തിനാ നമ്മളൊരു മൊണ്ണയായിട്ട് രക്ഷകർത്താക്കൾ ഇരിക്കേണ്ടത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അന്നേരം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മളെ കുറിച്ച് അവർക്കൊരു വിശ്വാസം കിട്ടും, നമ്മളോട് കുറച്ചും കൂടെ ഒരു അറ്റാച്ച്മെന്റ് വരികയും ചെയ്യും. അപ്പൊ ഈച്ച് ഓഫ് ദ പ്ലേയേഴ്സ് വാസ് എന്നേ പറയുള്ളൂ. അപ്പം ബി പോർഷനിലാണ് കുട്ടികൾ എഴുതി കാണിച്ചു, ബിയിലാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കാണിച്ചിട്ടുമുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ 8 ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാം മനസ്സിലാക്കിയാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ ഇത് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ നമ്മൾ ഊഴിയം പോക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിറവേറ്റുക, ഇതൊക്കെ ഇഡിയംസ് ഒക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി അല്ല ചെയ്യുന്നത്. അപ്പോ ഇനിയും വായിക്കാത്ത കുട്ടികളുണ്ട്. ലജു എന്നാണോ പേര്? അതെ സർ. ലജു, യെസ്.
ഞാൻ അങ്ങനെ കൂടുതൽ കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് ലജു. ലൈജു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ലജു എന്നുള്ള ഒരു പേരാണ് കേൾക്കുന്നത്. നല്ല പേരാണ്. യെസ്, അപ്പൊ ലജു വായിച്ചല്ലോ. A pair of shoes were found near the door. ആ, A pair of shoes were found near the door. ക്വസ്റ്റ്യൻ കേട്ടല്ലോ എല്ലാവരും. എ പെയർ ഓഫ് ഷൂസ് വെയർ ഫൗണ്ട് നിയർ ദ ഡോർ. എവിടെയായിരിക്കും മിസ്റ്റേക്ക്? Were found. Were found. യെസ്, Were found. ആ തീർച്ചയായിട്ടും. എ പെയർ ഒരു ജോഡി എന്നാണ്. ഒന്നെന്നുള്ള കറക്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ജോഡി. ഒരു ജോഡി എന്ന് വെച്ചാൽ ഒറ്റ യൂണിറ്റ് ആയിട്ട്. നമ്മളിപ്പോ ചപ്പൽ ഇപ്പൊ ഓരോന്ന് വിധം ഇടാൻ പറ്റില്ല. ഒരു ജോഡി എന്ന് പറയുമ്പോൾ അത് ഒന്നിച്ച് ഇടാൻ പറ്റും. നമ്മൾ കണ്ണാടിയുടെ രണ്ട് സൈഡ് പോലെ ചപ്പലും ഈ സിസേഴ്സ് പോലെ ചേർന്നിരിക്കുന്ന. കാരണം ഒരു കാലം ഒരു ചപ്പൽ മറ്റൊന്നിൽ ഇടാതിരിക്കുക, അതൊക്കെ പ്രാക്ടിക്കൽ അല്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ എ പെയർ ഓഫ് ഷൂസ്, ഒരു ജോഡി ഷൂ. ഒരു ജോഡി ആകുമ്പം സിംഗുലർ ആണ്, ഒരു ജോഡി. അപ്പം അവിടെ വേറെ വരിക തെറ്റാണ്. ഷൂസ് കറക്റ്റാ, ഷൂസ് പ്ലൂറലാ. പക്ഷെ എ പെയർ എന്നുള്ളത് സിംഗുലറാ. ഓഫ് എന്നുള്ള അഡ്ജങ്ക്റ്റീവ് നമ്മൾ പറഞ്ഞ റൂൾ അവിടെ ആപ്ലിക്കബിളാ. എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ് 2022. അപ്പം ഇത് സെലക്റ്റീവ് ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്റ്റീവ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇയർ ഉൾപ്പെടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഭംഗിയായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഗുണം ചെയ്യുന്നു എന്ന് ആലോചിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട് നിയർ ദ ഡോർ. അപ്പൊ ആർക്കും ഒരു സംശയമില്ല. പെട്ടെന്ന് തന്നെ കുട്ടികൾ ആൻസർ ഇതിനകത്ത് എഴുതി വിടുന്നുണ്ട്. പഠിപ്പിക്കുന്നവർക്ക് ഒരു സന്തോഷം, പറയുന്നവർക്ക് ഒരു കോൺഫിഡൻസ്. അപ്പോൾ വെരി ഗുഡ്. നല്ല ഒരു അപ്രോച്ചാണ്, ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഗുഡ്. അപ്പൊ ലജു കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. യെസ്, Okay, sir. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം റിപ്പീറ്റഡ് ആണെന്നുള്ളതാണ് പ്രത്യേകത. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പല പ്രാവശ്യവും വന്നിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ അടുത്തത് മറ്റൊരാൾ വായിച്ചോളൂ. കൃഷ്ണപ്രസാദ് തന്നെ വായിച്ചോളൂ. കൃഷ്ണപ്രസാദ്. He as well as his friends are responsible for the loss. യെസ്, Sir, പറയൂ. are responsible. അവിടെ എന്താ പ്രോബ്ലം? വാട്ട് ഈസ് ദ മിസ്റ്റേക്ക്? എന്താണ് അതിനകത്തുള്ള പ്രശ്നം? As well എന്തുകൊണ്ട്? as his friends are is responsible അല്ല സാറേ വരുള്ളൂ. Is responsible Yes. for the loss. Do you know the exact rule behind it? First subject in ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് അതില്. Yeah. ഈ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. Yes. അപ്പൊ നമ്മള് ഒരു മിനിറ്റ് സാറേ, ആസ് വെൽ ആസ് വരുമ്പോ അത് പ്ലൂറൽ ഫോമിൽ വന്നാലും അതിനെ നമ്മൾ സിംഗുലർ, അത് കഴിഞ്ഞിട്ട് വരുന്നത് സിംഗുലർ വെർബിൽ മാത്രമല്ലേ വരുള്ളൂ. അത്രേ ഉള്ളൂ. ഫസ്റ്റ് സബ്ജക്റ്റ് നമ്മൾ ലാസ്റ്റ് സബ്ജക്റ്റ് നോക്കണ്ട. as well as കഴിഞ്ഞിട്ട് വരുന്നത് നോക്കണ്ട. as well as കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഹിസ് ഫ്രണ്ട് എന്ന് വന്നാലും അവിടെ ഹിസ് ഫ്രണ്ട്സ് എന്ന് വന്നാലും നമ്മൾ അത് കെയർ ചെയ്യണ്ട. നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതനുസരിച്ചാണ് വെർബ് വരേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ് as well as വെച്ച് എപ്പോൾ എഴുതിയാലും the verb agrees with the first subject. ഇപ്പൊ ജോൺ as well as his brothers goes to school ആണ്, go to school അല്ല. പ്രിയ as well as her sisters attends എന്ന് വേണം. പ്രിയ as well as her sisters attends, പങ്കെടുക്കുന്നു. ദ വെഡിങ്, കല്യാണത്തിൽ സംബന്ധിക്കുന്നു. അല്ലെങ്കിൽ goes to market എന്ന് വേണം. പ്രിയ അവളുടെ സഹോദരിമാരെ പോലെ, പ്രിയയ്ക്കാണ് പ്രയോറിറ്റി, മാർക്കറ്റിലേക്ക് പോകുന്നു. goes to the market എന്ന്, go to the market എഴുതിയ തെറ്റാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനെക്കുറിച്ച്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ആരും മിണ്ടാത്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതുവരെ വായിക്കാത്ത ഒരാളായിരിക്കണം വായിക്കേണ്ടത്. വായിച്ചോളൂ. നമ്മുടെ ക്ലാസ്സിൽ 10-45 പേര് ഇരിക്കുന്നതാണ്. ഇപ്പൊ അങ്ങേയറ്റം പോയാൽ 10 പേരോ അല്ലെങ്കിൽ 8 പേരോ ആയിരിക്കും വായിച്ചിട്ടുള്ളത്. She along with her friends are going to the picnic. അമ്പിളിയാണ് വായിച്ചത്. അമ്പിളിയുടെ ഫുൾ നെയ്മ് അമ്പിളി എന്ന് മാത്രമേ ഉള്ളൂ. Ambali Manoj Kumar. അമ്പിളി മനോജ്. അമ്പിളിയുടെ മനോജ് കുമാർ ഞാൻ കണ്ടിട്ടുണ്ട്, മെസ്സേജ് ഒക്കെ കാണാറുണ്ട്. യെസ്.
അപ്പൊ ഷീ അലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു ദ പിക്നിക്. അമ്പിളിക്ക് ഇതിനകത്ത് എവിടെ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നത്? Are going, ഇവിടെ എന്താ വേണ്ടത്? is going. വൈ, എന്തുകൊണ്ട്? Along with വരുമ്പോ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് വരുന്നു. അപ്പൊ എലോങ് വിത്ത് വെച്ച് വരുമ്പോ അതിന്റെ റൂൾ എന്താ ഒന്ന് പറയൂ. Along with വരുമ്പോ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് വരുന്നു. അപ്പൊ അദ്ദേഹം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള CGL എക്സാമിനേഷൻ, കസ്റ്റംസിലൊക്കെ കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസർ അടക്കം കിട്ടുന്ന നല്ല കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ് CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ. അതിന് ചോദിച്ച അതേ പൂളിൽ നിന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് CGL-നും വന്നിട്ടുണ്ട്, നിങ്ങളുടെ പ്രീവിയസ് എക്സാമിനേഷനും വന്നിട്ടുണ്ട്. ഷീ അലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, അവളും അവളുടെ കൂട്ടുകാർക്കൊപ്പം, അവളെ കുറിച്ചാണ് പറയാൻ. അവൾ ഫസ്റ്റ് സബ്ജക്റ്റ്, അവളുടെ കൂട്ടുകാരോടൊപ്പം. അവളാ പോകുന്ന കാര്യം, ഈസ് ഗോയിങ് ആണ്, പിക്നിക്കിന് പോകുന്നത്. അവളുടെ കൂട്ടുകാരികൾ പോയ കാര്യമല്ല പറയുന്നത്. അപ്പം മുമ്പേ ഒരെണ്ണം പറഞ്ഞു അസ്വലസ് വെച്ച്, ഇപ്പൊ രണ്ടാമത്തെ ഒരെണ്ണം പറഞ്ഞു എലോങ് വിത്ത് വെച്ച്. ഇപ്പൊ രണ്ട് സബ്ജക്റ്റുകൾ, ഇഫ് ഈ കമ്പൈൻ 2 or more subjects with as well as or along with, the verb agrees with the first subject എന്ന് എഴുതി വെക്കണം. as well as വെച്ചോ along with വെച്ചോ എഴുതിയാൽ ആദ്യം വരുന്ന സബ്ജക്റ്റ് മനസ്സിലാക്കി അങ്ങ് പഠിച്ചോണം. ഇപ്പൊ എക്സാമിനേഷൻ ഒരു ഡൗട്ട് ഇല്ലാതെ നമുക്ക് പോയി കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതെനിക്കറിയാലോ, ഇതൊക്കെയല്ലേ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. അതാണ് അതിനകത്ത് ചോദിച്ചത്. ഷീ അലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ശരിക്കും മിസ്റ്റേക്ക് എറർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണോ അതോ നമ്മളത് കറക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണോ? നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ഏത് ഭാഗത്താ മിസ്റ്റേക്ക് എന്നുള്ളത് മാത്രം കാണിച്ചു ആൻസറാണ് ഈ കിടക്കുന്നത് അല്ലേ, ഓപ്ഷൻസ് അവര് കൊടുത്തിട്ട് ആ സെന്റൻസ് തന്നെ ഡിവൈഡ് ചെയ്ത് 4 ആക്കി കൊടുത്തേക്കുന്നില്ലേ. അപ്പൊ അതിനകത്ത് ഏത് ഭാഗത്താണ്, അപ്പം അവര് ഇതിനകത്ത് ഇപ്പൊ അവര് പറയുന്നത് ഷീ അലോങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ആർ ഗോയിങ് ആണോ, ആർ ഗോയിങ് എന്നുള്ള ഭാഗത്ത് എങ്ങനെ കറക്ഷൻ നടത്താം എന്നുള്ളതാണ്. എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഹൗ ടു ഇംപ്രൂവ് ദ സെന്റൻസ്, കറക്റ്റ് ചെയ്യാം. ഓപ്ഷൻ നോക്കുമ്പോ ആൻസർ കറക്റ്റ് ആൻസർ ഇതിനകത്തുണ്ടല്ലോ സർ. ഉണ്ട്. ഈസ് ഗോയിങ് എന്ന് വേണോ, മറ്റേന്റെ കണക്കല്ല ഇത്. മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത മോഡലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈസ് ഗോയിങ് എന്ന് വേണോ, ആർ ഗോയിങ് മാറ്റിയിട്ട് ഈസ് ഗോയിങ് എന്ന് വേണോ, വെയർ ഗോയിങ് എന്ന് വേണോ, ഹാവ് ഗോൺ എന്നുള്ള ആദ്യത്തത് പ്രസന്റ് കണ്ടിന്യൂസ്, രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പ്രസന്റ് പെർഫെക്റ്റ്. പിന്നെ ഇംപ്രൂവ്മെന്റ് ഒന്നും വേണ്ട. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതേണ്ടതാണ്. അത് ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് അതനുസരിച്ച് ഏത് ബ്ലാങ്ക് ആണെന്ന് വെച്ചാൽ അവിടെ ഡാർക്കൺ ചെയ്തോണ്ടാ മതി. ബബിള് കറുപ്പിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, നല്ല ഡൗട്ടായിരുന്നു. മറ്റുള്ളവർക്കെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അത് ക്ലിയർ ആവും. അദ്ദേഹം ചോദിച്ചത് ഈ ആർ ഗോയിങ് എന്നുള്ള ഭാഗമാണ് മിസ്റ്റേക്ക്. അത് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എവിടുത്തെ എഴുതാൻ പറ്റൂ. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഈസ് ഗോയിങ് എന്നുള്ള ഫസ്റ്റ് ആൻസർ ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഷീ എല്ലാം, കാരണം ഇതെന്താണെന്ന് അറിയാമോ, വെയറും ഹാവും എല്ലാം പ്ലൂറലാണ്. അതെന്തായാലും വരില്ല. ഇംപ്രൂവ്മെന്റ് വേണ്ടെന്നുള്ളതും തെറ്റാണ്, കാരണം ഇംപ്രൂവ്മെന്റ് വേണം. സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ ഈസ് വരണം. ഈസ് ഗോയിങ് എന്നുള്ള ആൻസർ എ ഓപ്ഷനാണ്. ഓക്കെ, അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വീണ്ടും അത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിപ്പീറ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് ചിലത് അങ്ങനെ ആവർത്തിച്ച് വന്നേക്കുന്നത്. ഇതും എളുപ്പം പറയാവുന്ന ഒരു ഉത്തരമാണ്. ഇതുവരെ വായിക്കാത്ത ഒരാളായിരിക്കണം പറയേണ്ടത്. അമീർ അലി ഉണ്ടോ? അമീർ അലി, താങ്കളുടെ ഹസ്ബൻഡിന്റെ എന്റെ ഫോണിൽ മോൻ അതായിക്കോട്ടെ, വായിച്ചോളൂ, കുഴപ്പമില്ല. Each of the answers were checked carefully. Each of the answers were checked carefully. അപ്പൊ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? വെയർ ചെക്ക്ഡ് മാറ്റിയിട്ട് അവിടെ എന്ത് വേണം? വാസ് ചെക്ക്ഡ് വേണം. കാരണം റൂൾ അറിയാം, ഈച്ച് ഓഫിന് ശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്, ആൻസേഴ്സ്. അത് ഓക്കെ, അവിടെ മാറ്റമൊന്നും ഇല്ല. അവർ കറക്ഷൻ കൊടുത്തിരിക്കുന്നത്
ബാക്കി ഭാഗത്താണ്. വെയർ ചെക്ക്ഡ് മാറ്റിയിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആർ ചെക്ക്ഡ് തെറ്റാണ്. ഈച്ച് ഓഫ് ദ ആൻസർ, ഓരോ ആൻസറും വളരെ ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യണം. നമ്മൾ നാളെ അധ്യാപകരാകുമ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഇന്നത് ശരിക്കും നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈച്ച് ഓഫ് ദ ആൻസേഴ്സ് വാസ് ചെക്ക്ഡ് കെയർഫുള്ളി. എന്തുകൊണ്ട് ബാക്കി വരുന്നില്ല എന്ന് ചോദിച്ചാൽ ആർ എന്തായാലും പ്ലൂറൽ വെർബ് വരത്തില്ല. ഹാവ് ബീൻ ചെക്ക്ഡ് എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വെർഷനാണ്. ബീൻ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ബീൻ കഴിഞ്ഞിട്ട് V3 ഫോം കൂടെ വരുമ്പോൾ മനസ്സിൽ ഓർമ്മ വേണം, ഇത് പാസീവൈസേഷൻ ആണ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹർ എന്ന് പറയാൻ പഠിക്കണം നമ്മൾ. അപ്പോൾ ദേ ഹാവ് വാച്ച്ഡ് എ മൂവി. എ മൂവി ഹാസ് ബീൻ വാച്ച്ഡ് ബൈ ദം എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതൊന്നും അല്ല ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഒരു സിംഗുലർ വെർബ് എന്നുള്ള നിലയിൽ വാസ് വരുന്നുണ്ട്. ആ വെയർ ചെക്കഡിന്റെ സ്ഥാനത്ത് വാസ് ചെക്കഡ് എന്നുള്ള ബി. ഇവിടെ 2-3 പേര് എനിക്ക് ആൻസർ കറക്റ്റായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് അറിയാമെന്നുള്ളത് വളരെ സന്തോഷം. കാരണം അത് റൂള് മനസ്സിലാക്കിയത് വളരെ കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിരന്തരം ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഈ PYQ നമ്മുടെ നേരത്തെയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം ആൻസർ പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. ഇതുവരെ വായിക്കാത്ത ഒരാളായിരിക്കണം വായിക്കേണ്ടത്. തെറ്റ് വന്നിട്ട് നമ്മളിവിടെ ആരെയും വഴക്കൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അമിയബിൾ മീൻസ് ഫ്രണ്ട്ലി ടോക്ക് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പിന്നെ ആരുടെയും എല്ലാവരും അങ്ങ് തികഞ്ഞവരൊന്നുമല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. നവോദയ, യെസ്. വായിച്ചുള്ള ഒരാള് വായിച്ച ആളാവരുന്നു മാത്രം. എല്ലാവരും മിണ്ടാതിരിക്കുന്നത് അതെനിക്ക് അത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു നേച്ചറാണ്. ഈ സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുക, ആരെങ്കിലും ഒക്കെ പറയട്ടെ. The teacher and guide is helpful. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? The teacher and guide is എന്നല്ല പറയാ. ഇവിടെ പല ആൻസറും കണ്ടു. ലജു പറഞ്ഞിരിക്കുന്നത് ഇംപ്രൂവ്മെന്റ് വേണ്ടെന്നാണ്. ലിസൺ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. The teacher and the guide എന്നാണെങ്കിൽ അവിടെ 6 വേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ the teacher and ഗൈഡ് എന്നായതുകൊണ്ട് ഈസ് മതി. റഷീദ കറക്റ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പോൾ ഞാനൊന്ന് പറയാം. റഷീദ പറഞ്ഞൊക്കെ കറക്റ്റാ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മുടെ ഗാർഡിയനും നമ്മുടെ അങ്കിൾ ഒരാളാണെങ്കിൽ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഹാസ് അറ്റൻഡഡ് ദി PTA മീറ്റിംഗ്. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, കാരണം രണ്ടും ഒരാളാണ്. ഇനി മൈ അങ്കിളും മൈ ഗാർഡിയൻ 2 പേരാണെങ്കിൽ, ഇപ്പം നമുക്ക് ലോക്കലായിട്ട് ചില പ്രദേശത്ത് കുട്ടികളെ കൊണ്ടാക്കുമ്പോൾ അവിടെ ഒരു ലോക്കൽ പേരന്റ് കാണും, അല്ലാത്ത ഒറിജിനലായിട്ടുള്ള പേരന്റും കാണും. അപ്പം ചിലപ്പോൾ നമ്മൾ ആ ലോക്കൽ പേരന്റും കുട്ടി വിളിക്കുന്ന അങ്കിൾ എന്നായിരിക്കും. അപ്പം മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ അവിടെ 2 പേരാവുന്നു. കാരണം ഫാദറാണ്, അതിൻ്റെ പേരൻ്റാണ്, മറ്റൊരാൾ അങ്കിളുമാണ്. 2 പേരും പങ്കെടുത്തെങ്കിൽ അവിടെ 6 വരും. അതിൻ്റെ സ്വഭാവം നോക്കണം, സെൻറ്റൻസ് വായിച്ചു നോക്കണം. ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരാളാണെങ്കിൽ ദ ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് മജിസ്ട്രേറ്റ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഓർ ഹാസ് റീച്ച്ഡ് ഇൻ ടൈം ഓർ ഹാസ് അറ്റൻഡഡ്. അത് 2 ഒരാളാണ്. പക്ഷെ ഇത് 2 പേരാണെങ്കിൽ ദ ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ആ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ 2 ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ 2 2ആണ്. അതാ കുട്ടിയത് സൂചിപ്പിച്ചത്. റഷീദ അത് തന്നെയാണ് മുമ്പേ നിങ്ങളോട് പറഞ്ഞത്. ദ ടീച്ചർ ആൻഡ് ഗൈഡ് എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഇല്ല. നമ്മുടെ ടീച്ചറുമാണ് ഗൈഡുമാണ്. ഇനി ഇതേപോലെ നമുക്ക് പല സെൻറ്റൻസുകളും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡും ബട്ടറും ബ്രെഡിനകത്ത് ബട്ടർ അത് തേച്ച് കഴിക്കുമ്പോൾ അത് ഒറ്റ യൂണിറ്റാണ്. ദ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ്
എന്താ പറയുക, ഡെലീഷ്യസ് ഐറ്റം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. പക്ഷെ വെനെവർ വി റീച്ച് എ ഷോപ്പ്, വെനെവർ വി റിക്വയർ ദിസ് മെറ്റീരിയൽ ഫ്രം എ ഷോപ്പ്, വി കൺസിഡർ ഇറ്റ് എസ് പ്ലൂറൽ. നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ ബ്രെഡും ബട്ടറും സെപ്പറേറ്റ് ആയിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ദ ബട്ടർ ആർ വെരി കോസ്റ്റ്ലി ഐറ്റംസ് നൗ ഡേയ്സ്. കാരണം ബ്രെഡും ബട്ടറും രണ്ട് സാധനമാണ്, കടയിൽ നിന്ന് മേടിക്കുമ്പോൾ രണ്ടായിട്ടാണ് മേടിക്കുന്നത്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നിച്ച്. അപ്പോൾ അത് രണ്ട് സിറ്റുവേഷനാണ്, രണ്ട് സന്ദർഭമാണ്. ഇപ്പം ടീച്ചറും ഗൈഡും ഒരാളാണെന്ന് ഇവിടെ സെൻറ്റൻസിൽ തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ ദ ടീച്ചർ ആൻഡ് ദ ഗൈഡ് 6 വന്നേനെ. അപ്പം ആരോ അവിടെ പ്ലൂറൽ അല്ലേ എന്ന് ചോദിച്ച ആൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ കുറ്റമൊന്നുമല്ല, ആർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി തന്നെ ചെയ്യുക. ഓക്കെ. അപ്പം അടുത്ത നമ്മുടെ ബിന്ദു തന്നെ. ബിന്ദുമാർ 2 പേരുണ്ടെന്നല്ലേ പറഞ്ഞത്? യെസ്. അതിൻ്റെ ഇനി അതുകൊണ്ട് ബിന്ദു പറഞ്ഞവർ പറയണ്ട, മറ്റൊരാൾ പറഞ്ഞാൽ മതി. അവർ ഇനി തന്നെ വായിച്ചുകൊണ്ടിരിക്കേണ്ട, അടുത്ത ഒരാൾ വായിക്കട്ടെ. വായിക്കാത്ത ഒരാൾ വായിച്ചോളൂ, ഇപ്പൊ വായിച്ചവർ. One-third of the population are unemployed. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ക്വസ്റ്റ്യൻ അതിന്റെ പൂളിൽ നിന്നുള്ളതാണ്, നമ്മുടെ പൂളിൽ നിന്നും ഉള്ളതാണ്. ഇവിടെ 1/3 ഓഫ് ദ പോപ്പുലേഷൻ കാണുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ ക്വസ്റ്റ്യൻ. 1/3 എന്ന് വെച്ചാൽ 1/3 ഒറ്റ യൂണിറ്റ് ആണ്. 1/3 ഒന്നെന്ന് കിടപ്പുണ്ട്. 1/3 ജനസംഖ്യയുടെ 1/3. പോപ്പുലേഷൻ പ്ലൂറലാണ്, ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നതിന്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓഫ് എന്നുള്ള അഡ്ജങ്ക്റ്റ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/3 1/3 ജനസംഖ്യയുടെ 1/3 ജനസംഖ്യകളെന്ന് പറയാറില്ല. ജനസംഖ്യയുടെ 1/3 ഈസ് അൺഎംപ്ലോയ്ഡ്, തൊഴിലില്ലാത്തവരാകുന്നു. എസ്പെഷ്യലി അവർ കൺട്രി, അവർ സ്റ്റേറ്റ്, നോട്ട് ഇൻ അവർ കൺട്രി, because it is not an agrarian state. That is the main reason. Not an industrial state like Tamil Nadu or Karnataka. That is the main reason we are going behind. Unemployment is a major issue that we are facing. അപ്പോൾ നമുക്കറിയാം ഈസാണ്. കാരണം അത് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞ റൂള് നോക്കിയാൽ മതി. 1/3 1/3 ജനസംഖ്യയുടെ 1/3 ഈസ് അൺഎംപ്ലോയിഡ്, തൊഴിലില്ലാത്തവരാണ്. അപ്പോൾ അവിടെ കറക്ഷൻ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈസ് അൺഎംപ്ലോയിഡ്, വെയർ അൺഎംപ്ലോയിഡ്, ഹാവ് അൺഎംപ്ലോയിഡ്, നോ ഇമ്പ്രൂവ്. അപ്പം വെയർ ഹാവ് എന്തായാലും വരില്ലെന്ന് ഏത് മനുഷ്യർക്കും മനസ്സിലാവും. 2 പ്ലൂറൽ അവിടുത്തിരിക്കും. അപ്പോൾ പിന്നെ ഒരു സിംഗുലറേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കോമൺ സെൻസും കൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്കി, നിങ്ങൾക്ക് അതും കിട്ടും, അറിഞ്ഞുകൂടാത്തവർക്ക് പോലും. അപ്പോൾ ഓക്കെ. അപ്പോൾ അവിടെ എ ഓപ്ഷനാണ് ശരി ഉത്തരം. ഞാൻ എന്താണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, സം സ്റ്റുഡൻസ് they do not know the reason behind the answer. എൻ്റെ കാരണം അറിഞ്ഞുകൂടാത്തവരുണ്ട്. കോസ് ആൻഡ് റീസൺ രണ്ടാണേ. കോസ് മറ്റൊന്ന് റീസൺ. അപ്പം അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് സമയമുള്ളപ്പോൾ എന്താണ് കോസ്, എന്താണ് റീസൺ എന്നൊക്കെ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അവ തമ്മിൽ വ്യത്യാസമുണ്ട്, കോസ് റീസൺ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഓരോരുത്തരും ഒന്ന് പങ്കെടുക്കൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഇൻട്രാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ വായിച്ച ഒരാളും വായിക്കണ്ട, വായിക്കാത്ത ആൾക്കാർ വായിക്കൂ. The committee have taken its decision. The committee have taken its decision. Anusha, have you seen any mistake? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അനുഷ അതിൽ? ഹാവ് എന്ന് പറയാൻ പാടില്ലല്ലോ, കമ്മിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഹാവ് എന്ന് പറയാൻ പാടില്ല അല്ലേ? അങ്ങനെയല്ലേ സർ? അനുഷ, സംഭവം അനുഷ പറഞ്ഞത് ദ കമ്മിറ്റി ഹാവ് ടേക്കൺ ഇറ്റ്സ് ഡിസിഷൻ, ഹാവ് എന്ന് പറയാൻ പാടില്ല കമ്മിറ്റി. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം അനുഷ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അനുഷ പറഞ്ഞത് ഈ കോണ്ടസ്റ്റ് ശരിയാണ്. അനുഷ അവിടെ ഹാസ് ടേക്കണം എന്ന് എഴുതിയാൽ അനുഷ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദി സ്കോർ. അത് താങ്കൾക്ക് അതിന്റെ സ്കോർ കിട്ടും. പക്ഷേ പ്രശ്നം മനസ്സിലാക്കേണ്ടത് ദ കമ്മിറ്റി ഹാവ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം കമ്മിറ്റി ഒരു തീരുമാനം യുണാനിമസ് ആയിട്ട് ഐകകണ്ഠേന എടുത്താൽ
സിംഗുലർ വെർബ് ഉപയോഗിക്കാം. നമ്മൾ യുക്തിപരമായിട്ട് സമീപിക്കാൻ പറ്റും. കമ്മിറ്റി ആയതുകൊണ്ട് സിംഗുലർ വെർബ് വേണമെന്ന് ഒരു ഓപ്ഷനും ഇല്ല. ഇത് കമ്മിറ്റിക്ക് മാത്രം ബാധിക്കുന്നതല്ല. കമ്മിറ്റി കൂടാതെ ജൂറി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഇഷ്യൂവിൽ 2 ജഡ്ജിമാർ വിയോജനക്കുറിപ്പ് എഴുതി. അത് പൊളിച്ചതിനോട് അവർക്ക് യോജിപ്പില്ല. ബാക്കിയുള്ളവർ അതിനെ അനുകൂലിച്ചു. പൊളിച്ചതിൻ്റെ സ്ഥാനത്ത് വേറെ അമ്പലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഡിവിഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ ജൂറി ഹാസ് ഡിവൈഡഡ് എന്ന് പറയില്ല, ദ ജൂറി ഹാവ് ഡിവൈഡഡ് എന്നാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ തീരുമാനമായിരുന്നെങ്കിൽ ദ ജൂറി ഹാസ് ടേക്കൺ എ ഡിസിഷൻ എന്ന് പറയായിരുന്നു. അപ്പം ഇത് നമ്മുടെ ശബരിമല ഇഷ്യൂ, അവിടെ സ്ത്രീകളെ കയറ്റുന്ന വിഷയം വന്നപ്പോൾ 4 പുരുഷന്മാരെന്ത് പറഞ്ഞു? ഈ സ്ത്രീകളെ കയറ്റണം എന്ന് പറയും. സ്ത്രീകളെ അല്ലെങ്കിൽ അവിടെ കയറ്റുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഏജിലുള്ള പെൺകുട്ടികളും ഏജ്ഡ് ആയിട്ടുള്ള മുതിർന്നവരും ലേഡീസും പോകുന്നുണ്ട്. അവർക്ക് പെർമിഷനുണ്ട്. പക്ഷേ ഒരു മിഡിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം, ഒരു പ്യൂബർട്ടി പീരീഡ് തൊട്ട് മേളിലോട്ട് ഒരു 50 ഏജ് വരെയുള്ളവർക്ക് ബാനിങ് ഉണ്ട്. അത് ചില സോഷ്യൽ കൺവെൻഷൻസ് കൊണ്ടാണ്. നമ്മൾ അതൊരു റിലീജിയസ് ആയിട്ട് മാത്രം കാണേണ്ടതില്ല. ഇറ്റ് ഈസ് എ റിമോട്ട് ഏരിയ. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദ റീസൺസ്. അല്ല സ്ത്രീകൾ കയറുന്നുണ്ട് അവിടെ പൊളിഞ്ഞു പോകുന്നുള്ളത് കൊണ്ടല്ല. അതിന് ചില നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ചില ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ശബരിമലയെ സംബന്ധിച്ചുള്ളതുകൊണ്ട്. അപ്പം അതിൽ ഒരു ജഡ്ജി എന്ത് ചെയ്തു? ഇന്ദു മൽഹോത്ര വിയോജനക്കുറിപ്പ് എഴുതി. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ എന്ത് ചെയ്യാം? സിംഗുലർ ഇടാം. ഏതൊക്കെ വാക്കുകളിൽ? കമ്മിറ്റി, ജൂറി, ഗവൺമെന്റ് തന്നെ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ ഹാസ് ടേക്കൺ എ ഡിസിഷൻ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അനുഷയ്ക്ക് ഒരു ധാരണ കമ്മിറ്റിയോ ജൂറിയോ ടീമോ പബ്ലിക്കോ ഒക്കെ വന്നാൽ പ്ലൂറൽ വേണം എന്ന് അനുഷ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? സിംഗുലർ വേണം. കേട്ടിട്ടുണ്ട്. സംഭവം ശരിയാണ്. ഇങ്ങനെയൊക്കെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. കമ്മിറ്റി വന്നാലും പബ്ലിക് വന്നാലും ടീം വന്നാലും ജൂറി വന്നാലും എല്ലാം സിംഗുലർ വേണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് വായിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആണെങ്കിൽ, ഐകകണ്ഠേന യുണാനിമസ് ആയിട്ടുള്ളതാണെങ്കിൽ സിംഗുലർ മതി. ഇവിടെ അങ്ങനെയാണ്. കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത്, കമ്മിറ്റിയിൽ ഡിവിഷനൊന്നുമില്ല. അതേസമയം ദ കമ്മിറ്റി ഹാവ് ഡിവൈഡഡ് ഇൻ ദ മാറ്റർ ഓഫ് ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ അവിടെ ഹാവ് തന്നെ വരുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കുഴപ്പമില്ല. ദ കമ്മിറ്റി ഹാവ് ടേക്കൺ ഇറ്റ്സ് ഡിസിഷൻ. മറ്റേത് കണ്ടേനെ ദ കമ്മിറ്റി ഹാവ് ടേക്കൺ എന്നല്ല, കമ്മിറ്റി ഹാവ് ഡിവൈഡഡ് ഇൻ ദ മാറ്റർ ഓഫ് ഓണം സെലിബ്രേഷൻ. അങ്ങനെ വന്നേനെ. ക്ലിയർ ആയോ എല്ലാവർക്കും? എന്തായാലും ഒന്നും മിണ്ടാത്തത്? യെസ്, ക്ലിയർ ആയി. അപ്പൊ ക്ലിയർ ആയി പോകണം. ക്ലിയർ ആവാതെ പോകരുത്. പഠിക്കുന്ന ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യനും മനസ്സിലാക്കി പോകണം. ഞങ്ങളത് പഠിപ്പിച്ചു, ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലായില്ല എന്ന് പിന്നെ പറഞ്ഞിട്ട് എന്നെ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ചോദിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. സംശയമുള്ളവർ ചോദിക്കണം. ഇനി അടുത്ത ഒരാൾ വായിക്കൂ ഈ ക്വസ്റ്റ്യൻ. മോർ ദാൻ വൺ കാൻഡിഡേറ്റ്. അത് അപ്പൊ ഏതാ ഓപ്ഷൻ കറക്റ്റ്? ഏത് ഓപ്ഷനാ കറക്റ്റ് എന്ന് പറയൂ. ആ ബി പറഞ്ഞ ബി ആണോ മുമ്പേ എനിക്ക് ആൻസർ തന്നത്? ആണോ? ശോഭയാണോ ബി എന്ന് പറഞ്ഞത്? മറ്റാർക്കെങ്കിലും ശോഭ പറഞ്ഞത് ശരിയാണെന്ന് അഭിപ്രായമുണ്ടോ? ഈ 40-ലധികം പേരിരിക്കുന്ന ആർക്കും ഇതോ more than one of the candidates were disqualified. അങ്ങനെ വാസ് ഡിസ്ക്വാളിഫൈഡ് എന്നല്ലേ? വാസ് അല്ലേ? എന്നാരാ പറഞ്ഞേ? വാസ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി നിന്ന് വായിച്ചല്ലെന്ന് തോന്നല്ലോ. വായിച്ചായിരുന്നോ? വായിച്ചായിരുന്നു. ശ്രീലക്ഷ്മി എന്തുകൊണ്ടാ അത് പറഞ്ഞെന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. ശ്രീലക്ഷ്മി റൂൾ മനസ്സിലാക്കിയുണ്ടാ പറഞ്ഞത്? ശ്രീലക്ഷ്മിക്ക് ഒന്ന് പറഞ്ഞോളൂ.
അത് മോർ ദാൻ വൺ ഫോളോഡ് ബൈ എ സിംഗുലർ നൗൺ ടേക്സ് എ സിംഗുലർ വെർബ്, അങ്ങനല്ലേ സാറേ റൂള്? തീർച്ചയായിട്ടും മോർ ദാൻ വൺ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നിലധികം എന്നാണ്. മോർ ദാൻ 2 എന്നായിരുന്നെങ്കിലും ഓക്കെ, മോർ ദാൻ 3 എന്നായിരുന്നെങ്കിലും ഓക്കെ, മോർ ദാൻ 4 എന്നോ 5 എന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. അപ്പൊ കാൻഡിഡേറ്റ്സ് എന്നായനെ. ഒന്നിലധികം കാൻഡിഡേറ്റ്, ഒന്നിലധികം അവിടെ അല്ല മിസ്റ്റേക്ക്, വെർബിലാണ്. മോർ ദാൻ വൺ ഈസ് ഫോളോഡ് ബൈ എ സിംഗുലർ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവിടെ മാത്രമല്ല, ടാക്ടിക്കലി യൂസ് ചെയ്താൽ, ബുദ്ധി ഉപയോഗിച്ചാലും അറിയാം. അവിടെ മോർ ദാൻ വൺ കാൻഡിഡേറ്റ് 6 എന്ന് എഴുതിയ പിന്നെ വേറെ എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഹാവ് എന്ന് എഴുതിക്കൂടെ? എല്ലാം പ്ലൂറൽ അല്ലേ? നിങ്ങളുടെ കോമൺ സെൻസ് കൂടെ നിങ്ങൾ അങ്ങോട്ട് ഉപയോഗിക്കുക. ഗ്രാമർ അറിയാത്തൊരു കുട്ടി അപ്പോഴേ നോക്കേണ്ടത് ഓപ്ഷനിലേക്കാണ്. അപ്പൊ അതിനകത്ത് പ്ലൂറൽ വെർബുകൾ 3 എണ്ണം കിടപ്പുണ്ട്. അപ്പൊ 6 ആയാലും വേറെ ആയാലും നമുക്ക് സിറ്റുവേഷൻ ഇന്നലെയാണോ ഇന്നാണോ എന്ന് അറിയില്ലല്ലോ. ആർ ഡിസ്ക്വാളിഫൈഡ് എന്നോ വേറെ ഡിസ്ക്വാളിഫൈഡ് എന്നോ പറഞ്ഞൂടെ? പക്ഷെ അത് തെറ്റായോണ്ടല്ലേ അവര് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തത്. അപ്പൊ അവിടെ എക്സ്ക്യൂസ് മീ സാർ, ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ ഒന്ന് പറയാമോ? അതായത് മോർ ദാൻ വൺ കഴിഞ്ഞിട്ട് മോർ ദാൻ വൺ എന്നാണ്ട് നമ്മൾ ഒന്നിലധികം കാൻഡിഡേറ്റ്, മോർ ദാൻ 2 കാൻഡിഡേറ്റ്സ് വേർ ഡിസ്ക്വാളിഫൈഡാ അല്ലെങ്കിൽ ആർ ഡിസ്ക്വാളിഫൈഡ്. പക്ഷെ 2 എന്നോ 3 എന്നോ ഉള്ള ന്യൂമറൽ നമ്പേഴ്സ് വന്നാലേ പ്ലൂറൽ ആവുള്ളൂ. ഇത് 1 എന്ന് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിലധികം കാൻഡിഡേറ്റ്, ഒന്നിലധികം, 2 എന്നോ 3 എന്നോ അവർ പറയുന്നില്ല. ഒന്നിലധികം എന്നാണ് മോർ ദാൻ വൺ, ഒരാളിലധികം. അത് എത്ര പേരുണ്ടെന്നോ എത്ര ആണെന്നോ പറയാൻ പാടില്ല. അപ്പൊ നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ, മോർ ദാൻ വൺ ഈസ് ഫോളോഡ് ബൈ എ സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് എ സിംഗുലർ വെർബ്. അതൊരു ഇംഗ്ലീഷ് ഗ്രാമറിന്റെ റൂളാണ്. ചോദിച്ചാൽ മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയി സാർ, ക്ലിയർ ആയി. ഇത്രയേ ഉള്ളൂ, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ഒരു ടാക്ടിക്സ് ആണ്, അതിന്റെ തന്ത്രപരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇനി അറിഞ്ഞൂടാത്ത ഒരാള് താഴെ ആൻസറിലേക്ക് നോക്ക്. അപ്പൊ 3 പ്ലൂറൽ വെർബ്, ഒരു സിംഗുലർ വെർബ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 3 പ്ലൂറൽ വെർബ് അങ്ങനെ ഏതെങ്കിലും എടുത്ത് എഴുതിയാൽ പറ്റൂ? അങ്ങനെ തരൂ? ഒരു ശരി ഉത്തരമല്ല കാണുള്ളൂ. അങ്ങനെ പ്രായോഗികമായിട്ടൂടെ ചിന്തിക്കുക. അപ്പൊ ഗ്രാമർ അറിയാത്ത ഒരാൾക്കും അത് എളുപ്പം എഴുതാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോ ഒരാളിപ്പം പിന്നെ വണ്ടി ഓടിക്കുന്നത് മദ്യപിച്ചുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ നമ്മളവിടെ ആൻ വേണോ എ വേണോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പം മദ്യപിച്ച് ഉള്ള വണ്ടി ഓടിക്കലിന് നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്ക് പറയും. അപ്പം നിങ്ങൾ ആലോചിച്ച് അടുത്ത ദിവസം വരുമ്പോൾ പറഞ്ഞാൽ മതി. അത് ഐയിൽ ആരംഭിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ വാക്ക് കിടക്കുമ്പോൾ അതിന് മുമ്പിൽ എ വേണോ ആൻ വേണോ എന്ന് ചോദിച്ചാൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ബാക്കി കിടക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ആനിന് ശേഷമായിക്കോട്ടെ ഈ വാക്ക്, ഐയിലുള്ള ഈ വാക്ക്. അങ്ങനെ നമ്മൾ ഈ ആർട്ടിക്കിൾ എഴുതുമ്പോഴും നമ്മൾ അത് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പം ഇൻഹിബിഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാക്കുണ്ട്. അപ്പൊ അത് ഏത് വാക്കാണെന്ന് ഇതൊക്കെ കണ്ടെത്തിയാൽ മതി. നാളെ തന്നെ പറയണമെന്നില്ല, അടുത്ത ക്ലാസ്സിലായാലും മതി, പിന്നീട് പറഞ്ഞാലും മതി. മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആ രീതിയിലുള്ള കണ്ടീഷൻ എന്താണ് എന്ന് പറഞ്ഞ ഒരു വൊക്കാബുലറിക്ക് വേണ്ടി തന്നേ ഉള്ളൂ. കാരണം ഒരു പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട്. യെസ്, അറിഞ്ഞോളെങ്കിൽ എന്നോട് തന്നെ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. യെസ്. അപ്പൊ മോർ ദാൻ വൺ കാൻഡിഡേറ്റ് ഡാഷ് ഡിസ്ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് കിടപ്പുണ്ട്, ONE 1 എന്ന് അതിൽ കിടപ്പുണ്ട്. അതൊരു ക്ലൂ ആണ്. ഒന്നെന്നുണ്ടെങ്കിൽ സിംഗുലറേ വരൂ. കിടക്കുന്ന വെർബെല്ലാം പ്ലൂറലാണ്. അപ്പം പിന്നെ സിംഗുലർ ആയിട്ടുള്ള വാസ് ചേർക്കണം. ചിലർ സംശയം ചോദിച്ചതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. ഓക്കെ, പരീക്ഷയ്ക്ക് ഒന്നും നഷ്ടപ്പെടരുത്. അതുകൊണ്ട് എക്സാം ആണ്, ഒരെണ്ണവും നഷ്ടപ്പെടരുത്. അതാ കിടക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ വായിക്കാത്ത ഒരാൾ വായിച്ചേ. വായിക്കാത്ത ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം വായിക്കേണ്ടത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഇസ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ആ, ദീപ്തിയുടെ കൺസെപ്റ്റിൽ ഏതായിരിക്കും കറക്റ്റ്? അവിടെ ഈസ് വരുള്ളൂ. എന്തുകൊണ്ടാ? കാരണം കോമൺ ആയിട്ടുള്ള നമ്മൾ പറയുമ്പോൾ വെർബ് 1 ആണ് യൂസ് ചെയ്യാറുള്ളത്. അത് ബ്രെഡ് ആൻഡ് ബട്ടർ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കളക്റ്റീവ് ഇൻടോക്സിക്കേറ്റിംഗ് അല്ല.
ഇൻടോക്സിക്കേറ്റിംഗ് അല്ല അല്ലേ? യെസ്, മുമ്പേ അതെ, സോറി, പിന്നെ ഇവിടെ എന്താ കുട്ടിയുടെ പേര്, ദീപ്തി. അതിൻ്റെ ഇടയ്ക്ക് മറ്റേയാൾ നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ഇട്ടിരുന്നു, അതാണ് ഇനി മറുപടി ആയിപ്പോയത്, സോറി. ശ്രദ്ധിക്കൂ. ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡും ബട്ടറും ഒന്നിച്ചാണ് ചെയ്യുന്നത്, ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ വായിലോട്ട് വെച്ച് കഴിക്കുന്നത്. അപ്പം അത് ചോദിച്ചിട്ടുണ്ട്, KVS 2020 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കടയിൽ ചെന്ന് മേടിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ കോസ്റ്റ്ലി ഐറ്റംസ് നൗ ഡേയ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 6 വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നിച്ചാണ് കഴിക്കുന്നത്, ബ്രെഡിൽ ബട്ടർ തേച്ച് കഴിയും. അപ്പം നമ്മൾ സിംഗുലർ ആയിട്ട് ഇപ്പം 6 പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്, ഹാവ് പ്ലൂറലാണ്. അപ്പോൾ ഒറ്റ ആൻസറേ ഉള്ളൂ, സി ഓപ്ഷൻ. മനസ്സിലാക്കി പഠിക്കണം, മനസ്സിലാക്കി പരീക്ഷ എഴുതണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അപ്പം നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നും. ഇനി ഇതുവരെ വായിക്കാത്ത ഒരാളായിരിക്കണം ഈ ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്. വായിച്ചവർ വായിക്കണ്ട, എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ, അവരൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. യെസ്, ദീപ്തി ഒന്നും നേരത്തെ അങ്ങനെയൊന്നും വായിക്കുന്ന ആളല്ല, ദീപ്തിയൊക്കെ മുമ്പോട്ട് വന്നല്ലേ. The number of applicants dash increased this year. പലപ്പോഴും വായിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആളാണ് റമീഷ, എനിക്കറിയാം, മുമ്പും വായിച്ചിട്ടുണ്ട്, താല്പര്യത്തോട്ടിരിക്കുന്ന ആളാണ്, ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. The number of applicants dash increased this year. Has increased this year. എന്തുകൊണ്ടാണ് റമിഷ മറ്റൊന്നും എഴുതാതെ അത് എഴുതിയത്? Applicants എന്നുള്ളത് കൊണ്ടാണോ? Sorry, the number of applicants. അപേക്ഷകരുടെ എണ്ണങ്ങൾ എന്നല്ല പറയുന്നത്, എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചു. നമ്പർ വരുമ്പോ നമ്മൾ പറഞ്ഞല്ലോ, നമ്പർ വരുമ്പോ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആദ്യം നമ്മൾ ചെയ്ത് പ്ലൂറൽ വെർബ് ഉപയോഗിച്ചു. ആദ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, അപ്പം അപേക്ഷകരുടെ എണ്ണങ്ങളെന്നല്ല പറയേണ്ടത്. ഇനി അതിലുപരി ആപ്ലിക്കൻസ് പ്ലൂറൽ, ഓഫ് ഒരു അഡ്ജങ്ക്റ്റ്, ഒരു പ്രിപ്പൊസിഷൻ ഉണ്ട്, അതിന്റെ മുമ്പിൽ എണ്ണം ഏകവചനം, ആപ്ലിക്കൻസ് ബഹുവചനം. ഇപ്പൊ 2 സബ്ജക്റ്റുകളെ ഒരു പ്രിപ്പൊസിഷൻ കൊണ്ട് ബന്ധിപ്പിച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് ഒരു എണ്ണം. ഇനി അത് മാത്രമല്ല, ഇത്തിരിയും കൂടെ യുക്തിയുള്ളവർക്ക് താഴോട്ട് നോക്കാം. ഇവിടെ 6 വേറെ ഹാവും എല്ലാം 3 എണ്ണം പ്ലൂറലാണ്. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇത് ഗ്രാമറിന്റെ റൂൾ എല്ലാം പഠിച്ചു നോക്കണമെന്നില്ല, ആൻസറിലേക്ക് വരണം. ആൻസർ നോക്കുമ്പോ സിംഗുലറും പ്ലൂറും വെറുതെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരേപോലുള്ള സ്വഭാവമുള്ള ആൻസർ വരുമ്പോൾ അതല്ല ഒമിറ്റ് ചെയ്യണം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരെണ്ണം കാണും, ദാറ്റ് ഷുഡ് ബി ദി ആൻസർ. ഗ്രാമറിന്റെ പാണ്ഡിത്യം ഒന്നും കിടന്ന് അളന്നു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആൻസറിലേക്ക് വരിക. ആൻസർ വന്നിട്ട് നമ്മൾ അതിനകത്ത് നോക്കിയിട്ട് അതിൽ ഏതാണ് സെയിം പാറ്റേൺ അല്ലാത്തത് അതിനെ എടുത്ത് കളയുക. എലിമിനേഷൻ മെത്തേഡ് അതാണ് ചെയ്യേണ്ടത്. ഒരു ഡൗട്ട്, നമ്മളെ ഈ സിനോണിം ആന്റോണിമിലും ഞാൻ ഒരു വീഡിയോയിൽ യൂട്യൂബിൽ കണ്ടതായിരുന്നു. നമ്മൾ എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക, സിനോണിം ആന്റോണിം കൊടുക്കുകയാണെങ്കിൽ? അത് നമ്മുടെ ഈ പ്രീവിയസ് ഈ ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ കുറേയേറെ നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. അന്നേരം പറഞ്ഞാൽ മതിയോ? ഇതിന്റെ ഇടയ്ക്ക് ഗ്രാമറിന്റെ മേളിൽ മിക്സ് ആക്കാതെ. അത് മാത്രം പറയുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ തുടർന്ന് വരുന്നതിനകത്ത് കുറേയേറെ സിനോണിമും ആന്റോണിമും പ്രീവിയസ് ടൈമിൽ വരുന്നുണ്ട്. അന്നേരം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം കൂടെ മിക്സ് ചെയ്യണ്ട, ഈ ഒരു പാറ്റേണും കഴിയട്ടെ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതുവരെ വായിക്കാത്ത ഒരാളായിരിക്കണം വായിക്കേണ്ടത്. ഇപ്പം ആൾക്കാർ കൂടി വരുന്നുണ്ട്, എനിക്കത് വളരെ സന്തോഷമുണ്ട്. കാരണം നേരത്തെയൊക്കെ ഉള്ളതിനേക്കാൾ സ്ട്രെങ്ത് ഇപ്പം സമയം കഴിയും തോറും കൂടി വരുന്നുണ്ട്. യെസ്, ഈ ക്വസ്റ്റ്യൻ ഒരാൾ വായിക്കാത്ത ഒരാൾ. ജസ്ന വായിച്ചു. Mathematics is a difficult subject for many students. MDSനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം
ഇതിനകത്ത് നിങ്ങൾ കണ്ണുടച്ച് നോക്കേണ്ടത് ഒരേ പാറ്റേണിൽ വന്നിട്ടുണ്ട് 6 വേറെ ഹാവ്. അത് 3 എലിമിനേറ്റ് ചെയ്യാൻ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. പ്ലൂറൽ ഒരേ സ്വഭാവത്തിലുള്ള 3 ആൻസർ, അതെന്തായാലും വരില്ല. ആ വ്യത്യസ്ത സ്വഭാവമുള്ള ഒരെണ്ണേ ഉള്ളൂ, ഈസ്. അങ്ങനെ ഗ്രാമർ അറിയാത്ത ഒരാൾക്ക് കണ്ണുടച്ച് ഉത്തരത്തിലെത്താം. ഇനി 2, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, സിവിക്സ്. അങ്ങനെ വരുമ്പോൾ സബ്ജക്റ്റുകൾ ഇങ്ങനെ ഒരു പേരുള്ള ഒരുപാടുണ്ട് ഈ CS അവസാനിക്കുന്ന. നമുക്കിപ്പം പല സബ്ജക്റ്റുകളും, എക്കണോമിക്സിന്റെ അവസാനം CS അല്ലേ, ഫിസിക്സിന്റെ അവസാനം CS അല്ലേ, എത്തിക്സ് എന്നും പറയാറുണ്ട്. എത്തിക്സ് ഇല്ല. ഇതൊക്കെ ഒരു ഒറ്റ കാര്യമായിട്ടാ പറയുന്നത്, ഒറ്റ സാർ യൂണിറ്റ്. ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെയോ? എന്റെ സൗണ്ട് ബ്രേക്ക് ആവേണ്ട ഒരു സാഹചര്യം വന്നില്ലല്ലോ. ദീപ്തിയാണോ പറഞ്ഞത് സൗണ്ട് ബ്രേക്ക് ആവുന്നു? അവർക്ക് റേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവും. അതായിരിക്കും. അത് ഞാൻ നോക്കിയിട്ട്, ഞാൻ തുടങ്ങിയിടം തൊട്ട് ഇതുവരെ ഡിസ്റ്റർബൻസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ബിന്ദുവിന്റെ ആണ്. ബിന്ദു അങ്ങനെ കുഴപ്പമുള്ള ആളല്ല. അപ്പൊ ബിന്ദു ടെമ്പററി ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കും. അപ്പം മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഇങ്ങനെ നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും ഒരുപാട് സബ്ജക്ട്സ് അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സിംഗുലർ ആണ്. കണക്ക് എന്ന് പറയാം, നമ്മൾ മാത്തമാറ്റിക്സ് എന്നല്ല മാത്തമാറ്റിക് എന്ന് പറയില്ല, മാത്തമാറ്റിക്കൽ എന്ന അഡ്ജക്റ്റീവും പറയാറില്ല. മാത്തമാറ്റിക്സ്, സിവിക്സ്, എക്കണോമിക്സ്. ഒരു സെക്കൻഡ്. യെസ്. അപ്പൊ മാത്തമാറ്റിക്സും സിവിക്സും എക്കണോമിക്സും ഫിസിക്സും ഒക്കെ ഒറ്റ യൂണിറ്റാണ്, ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് 6 വേറെ ഹാവ് യാതൊരു പോസിബിലിറ്റി ഇല്ല. അത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ പറയുകയും ചെയ്തു. അത് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ആ ഒരു യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എസ് കിടക്കുന്ന കാരണമൊന്നും പ്ലൂറലാണെന്ന് വിചാരിക്കരുതായിരുന്നു. പിന്നെ പ്രായോഗികമായിട്ട് ആലോചിച്ചാലും ആൻസർ കിട്ടും. അത് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അപ്പം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സംഭവം സിമ്പിളാ, അപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത ഇതൊന്ന് പറയും. ഇതുവരെ വായിക്കാത്ത ഒരാളാണ് നമ്മുടെ അമീർ അലിയൊക്കെ ഉണ്ട് അതിനകത്ത്. അമീർ അലി അല്ലേ മുമ്പേ വായിച്ചത് പെൺകുട്ടി? സോറി, എനിക്ക് അമീർ അലി എന്ന് വീണ്ടും കണ്ടപ്പോഴേ വായിക്കാത്ത ആളാണെന്ന് വിചാരിച്ചു. ബാക്കിയുള്ളവർ പറയൂ. ഇനിയുണ്ടല്ലോ സ്റ്റുഡൻസ് 45-46 പേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് വായിക്കൂ. സർ ഞാൻ വായിക്കട്ടെ? വായിക്കൂ. None of the information is correct. അതെന്തുകൊണ്ട് രജിഷ അങ്ങനെ വന്നത്? None of the നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്? അല്ല, none of the വരുമ്പോ സിംഗുലർ വെർബ് അല്ല വരിക, ഈസ്. അല്ല, അതല്ല അതിന്റെ റീസൺ. ആരാ പറയുന്നത് ആൻസർ എന്താണ്? രജിഷ മ്യൂട്ട് ചെയ്ത് വെച്ചു, കാരണം എക്കോ വരുന്നുണ്ട്. ആരാണ് അതിന്റെ റീസൺ പറയുന്നത്? രജിഷ പറഞ്ഞതല്ല അതിന്റെ എക്സാക്ട് റീസൺ. എനിബഡി നോസ്? ആർക്കെങ്കിലും അറിയാവോ എന്താണ് അതിന്റെ റീസൺ? അതൊക്കെയാണ് അതിന്റെ റീസൺ. അപ്പം അതറിയാത്ത പല കുട്ടികളും ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് കെയർ ചെയ്യണേ. ഒന്ന് ഈ ലഗേജ് എന്നുള്ള ലഗേജ്, ബാഗേജ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് കിട്ടും, മറക്കില്ല. ലഗേജ്, ബാഗേജ്, ഫുഡ് വിയർ, ഫർണിച്ചർ, സ്റ്റേഷനറി, ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ന്യൂസ്, വർക്ക്. ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ എസിട്ട് പറയത്തുമില്ല. അതിനുശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. വാക്കുകളെല്ലാം കേട്ടല്ലോ, അത് മറന്നു പോകരുത്. ലഗേജ് എന്നുള്ള വാക്ക്, ബാഗേജ് എന്നുള്ള വാക്ക്, ഫുഡ് വിയർ എന്നുള്ള വാക്ക്, സ്റ്റേഷനറി, STATIONERY, സ്റ്റേഷനറി ഷോപ്പൊക്കെ ഉണ്ടല്ലോ. അതേപോലെ കട്ട്ലറി, മെഷീനറി, ഇങ്ങനെ നിരവധി വാക്കുകൾ. വർക്ക്, ന്യൂസ്, ഇൻഫർമേഷൻ, അഡ്വൈസ്, ADVICE, അഡ്വൈസ്, ഇതെല്ലാം സിംഗുലർ ആണ്.
അപ്പൊ അതിനെ ഫോളോ ചെയ്തിട്ട് കാരണം വെച്ചാൽ അവയുടെ കൂടെ എസ് ഇട്ട് പറയാൻ പറ്റില്ല, പ്ലൂറൽ ആക്കാൻ പറ്റില്ല. സാർ അതൊന്ന് ആ വേർഡ്സ് ഒന്നുകൂടെ പറയാമോ? തീർച്ചയായിട്ടും. അതിനെന്താ പറയുന്നതിന് നല്ലതല്ലേ? ലഗേജ് സ്പെല്ലിംഗ് അറിയാമോ? LUGGAGE, ബാഗേജ് BAGGAGE. ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ. അഡ്വൈസ് ADVICE. ന്യൂസ്, വർക്ക്, ആൽഫബറ്റ്. ആൽഫബറ്റ് ഉണ്ട്. മെഷീനറി, കട്ട്ലറി. കട്ട്ലറി. ന്യൂസും വർക്കും ഒക്കെ എഴുതിയോ? വർക്കൊക്കെ എഴുതിയോ? എഴുതി സാർ, എഴുതി. സീനറി, സീനറി എഴുതില്ല. ഓഫ്സ്പ്രിംഗ്, മിസ്ചീഫ്. ഒരു സെക്കൻഡ് 1 സെക്കൻഡ്. അപ്പം ഇങ്ങനെയുള്ള വേഴ്സ് ഈ കുറെ വാക്കുകൾ അതിനകത്ത് ഈ പറഞ്ഞ ആൽഫബറ്റ് ഒക്കെ ശ്രദ്ധിക്കണം. ഓസ്പ്രിങ് ശ്രദ്ധിക്കേണ്ട വാക്കാണ്. പിന്നെ മെഷീനറി, കട്ട്ലറി, സീനറി ഈ വയിലൊക്കെ അവസാനിക്കുന്ന വാക്കുകൾ. സ്റ്റേഷനറി, ഓസ്പ്രിങ് നമ്മൾ പറഞ്ഞു ബിന്ദു. അപ്പോൾ കട്ട്ലറി, സ്റ്റേഷനറി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇനി ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ ഓർമ്മിച്ച് പറയാം. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ യാതൊരു കാരണവശാലും എസ് ഇടാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ സിംഗുലർ വെർബ്. ഇവയ്ക്ക് ശേഷം വർക്കിന് ശേഷം വർക്ക് ഈസ് എന്നേ പറയും. വർക്ക്സ് ആണെങ്കിൽ ആറെന്ന് പറയാം. വർക്ക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? എഴുത്തുകാരന്റെ പുസ്തകങ്ങളാണ്. എഴുത്തുകാരന്റെ പുസ്തകങ്ങളെ വർക്ക്സ് എന്ന് പറയുന്നത്. ന്യൂസ് എന്ന് പറയുമ്പോൾ നോ ന്യൂസ് ഈസ് ട്രൂ, ഈസേ വരൂ. ന്യൂസ് എസ് ഇട്ടിരിക്കുന്നതിന്റെ പ്ലൂറൽ ഒന്നുമല്ല. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നുള്ള 4 ദിശകളെയാണ് നാനാ ദിക്കിലുമുള്ളത്. അപ്പൊ ന്യൂസ് കഴിഞ്ഞിട്ട് ആറൊന്നും ഇടാൻ പാടില്ല. എസ് കിടക്കുന്നത് അതിന്റെ പ്ലൂറൽ അല്ല. സീനറീസ് എന്ന് പറയില്ല. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ഏതാ? ക്രിസ്മസ് വെക്കേഷൻസ് എന്നൊന്നും പറയില്ല. എവിഡൻസ് എന്ന് പറയില്ല. ഇല്ല, നോ എവിഡൻസ് ഇസ് അവൈലബിൾ. എക്യുപ്മെന്റ് ഉണ്ട്. ഉണ്ട്. ഒത്തിരി വാക്കുകളുണ്ട്. കറക്റ്റാണ്. ഈ പറഞ്ഞൊക്കെ കറക്റ്റാണ്. അത് കളക്ട് ചെയ്ത് ശേഖരിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ പഠിച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാവർക്കും ഉപകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഇൻഫർമേഷൻ ഈസ് വന്നു. അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് അത്രയും കാര്യങ്ങൾ അറിയാത്തവർക്കും ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു പാറ്റേൺ കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇഡിയംസിലേക്ക് പോവുകയാണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആരാ വായിക്കാത്ത ഒരാൾ? നിങ്ങളൊക്കെ ഒന്ന് ഇൻവോൾവ്ഡ് ആവും. ടീച്ചേഴ്സ് അല്ലേ? ഇപ്പൊ നമുക്ക് ഒരാളിരുന്നില്ല പഴയ ക്ലാസ് മുറി ഇരുന്ന് പഠിപ്പിക്കുന്ന മെത്തേഡൊന്നും വേണ്ട. ഒരു ഇന്ററാക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നീങ്ങിയാൽ എല്ലാവർക്കും ഗുണമാണത്. ഓരോരുത്തർക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരത് കേൾക്കുന്നു. അപ്പൊ ഒരു നല്ല പരിപാടിയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വായിച്ചോളൂ. എ ബ്ലെസ്സിങ് ഇൻ blessing in disguise മീൻസ് ഓപ്ഷൻസ്: എ ബാഡ് ഇവന്റ്, മോശപ്പെട്ട ഒരു സംഭവം; എ ഹിഡൻ ബെനിഫിറ്റ്, ചോദിച്ചിട്ടുള്ളതാണ്, ഒളിഞ്ഞിരിക്കുന്ന ഒരു നേട്ടം. എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പം എന്തോ കുഴപ്പമായിട്ട് തോന്നി, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, പക്ഷെ പിന്നീട് അത് ഒരു നേട്ടമായിട്ട് മാറുന്നു. നമുക്ക് പിന്നീട് അതൊരു പ്രയോജനമായി. തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചത് വല്ലാത്തൊരു ട്രാജഡിക്കായിട്ട്, പക്ഷെ ആ സിറ്റുവേഷൻ നമുക്ക് ഗുണമായി മാറുന്നു എന്നാണ് ആ ഹിഡൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബ്യൂട്ടിഫുൾ സർപ്രൈസ്, ഒരു വളരെ മനോഹരമായ ഒരു. ഇപ്പം നമ്മളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് റിലേറ്റീവിനെ നമ്മൾ കോളേജിനടുത്ത് വെച്ചോ റോഡിൽ വെച്ചോ എവിടെയെങ്കിലും വെച്ച് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് തരുന്നു. ഇതൊക്കെ നമ്മൾ പറയും എ നോൺ ഡേഞ്ചർ, അറിയാവുന്ന ഒരു അപകടം പതിയിരിക്കുന്നു എന്ന് അറിയുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം. ഇത് ഏതാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത്? ഡിസ്ഗൈസ് ആവുക എന്ന് വെച്ചാൽ വേഷപ്രച്ഛന്നമാവുക എന്നാണ്. അപ്പം അതൊരു ബ്ലെസ്സിങ് ആയിട്ടില്ല.
തീർച്ചയായിട്ടും എ ഹിഡൻ ബെനിഫിറ്റ് ആണ്. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഒരു ഹിഡൻ ബെനിഫിറ്റ് ആണ്. കാരണം ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ഗുണമില്ലെന്ന് തോന്നിയ ഒരു കാര്യം ഗുണകരമായി മാറുന്ന ഒരവസ്ഥ. എ ബ്ലെസ്സിങ്. സത്യത്തെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ല. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ബെനിഫിറ്റ് ആണ്. ഹിഡൻ ബെനിഫിറ്റ് ആണ്. യെസ്. അടുത്തത് ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് എന്നുള്ള വാക്കാണ്. അതിന്റെ അർത്ഥം എന്താണ്? ബൈ ലീപ്സ് ആൻഡ്, ലീപ്പ് ചെയ്യാന്ന് വെച്ചാൽ ചാടുക എന്നാണ്. ബൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ ബൗണ്ടറി, ബൗൺസ്. ലീപ്സ് ആൻഡ് ബൗൺസ് ഒന്നിച്ച് വരുമ്പോൾ ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? സ്ലോലി, കെയർഫുള്ളി, വെരി ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്, വെരി ലൈറ്റ്. അത് കൃഷ്ണപ്രസാദ്, അത് കെയർഫുള്ളി എന്നുള്ളതല്ല. ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉയർന്നു പോവുക, പെട്ടെന്ന് ചാടിക്കിടക്കുക. റാപ്പിഡ് ഡെവലപ്മെന്റ് ആണ്, പെട്ടെന്നുള്ള ഉയർച്ചയാണ്. അവന്റെ വളർച്ചയ്ക്ക് വളരെ ഹിസ് ഗ്രോത്ത് വാസ്. മനസ്സിലായോ കൃഷ്ണപ്രസാദെ? മനസ്സിലായി. അതിർത്തികളില്ല, പെട്ടെന്നാണ് അയാളുടെ ചാടിയുള്ള വളർച്ചയാണ്. വെരി ഫാസ്റ്റ് ഗ്രോത്ത് എന്നുള്ള അർത്ഥമാണ്. അടുത്തത് ശ്രദ്ധിക്കണേ, നല്ല ഒരു ഇഡിയമാണ്, പല പ്രാവശ്യം ചോദിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ഊഹിക്കുക എന്നുള്ളതാണോ? To be exactly right. ടു ബി എക്സാക്ട്ലി, കൃത്യമായ സ്ഥലത്ത് ചെന്ന് പതിക്കുക എന്നുള്ളതാണോ? ആർക്കെങ്കിലും മുറിവേക്കുക എന്നുള്ളതാണോ? തലയിൽ ആണി കൊണ്ടു, അത് ഇൻഫെക്ഷനായി, കാരണം ഷുഗർ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ സംഭവിച്ചേക്കാം. അതാണോ? ഒരു മിസ്റ്റേക്ക് വരുത്തുക എന്നുള്ളത്, നമ്മൾ അനാവശ്യമായി ആണി അടിച്ച് പോയ ഒരാൾക്ക് തല മുറിച്ചു, അങ്ങനെ ഒരു അപകടം വരുത്തിയതിനാണോ പറയുക? ആണി തറയ്ക്കേണ്ടടുത്ത് തറച്ചു. തീർച്ചയായിട്ടും ടു ബി റൈറ്റ്. കറക്റ്റ്. സാർ ഓപ്ഷൻ ഫോർത്ത് വൺ ബി അല്ലേ സാറേ? റിവീൽ ദ സീക്രട്ട്. ഫോർത്ത് നമ്മൾ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ കൃഷ്ണപ്രസാദേ. ഇത് ചില കുട്ടികൾക്ക് ഇതിനകത്ത് ഈ വൊക്കാബുലറി തരം തറവല്ലാത്തവരുണ്ട്. അപ്പൊ അവര് അത് ശ്രദ്ധിച്ചോട്ടെ. അപ്പം കുഴപ്പമില്ല, ആൻസർ പറഞ്ഞ് ശരിയാണ്. അടുത്തതിലേക്ക് പറയാം. സ്പിൽ ദ ബീൻസ് മീൻസ് എന്നാണ്. സ്പിൽ ദ ബീൻസ്, സ്പില്ല് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയാം നിറഞ്ഞു തുളുമ്പുക എന്നുള്ളതാണ്. ഇതിന്റെയാ ബിന്ദു ക്യാൻ യു ഹിയർ ഓർ കുഡ് യു ഹിയർ? പൊളൈറ്റായിട്ട് എന്നെ ചോദിക്കാം. നീ ക്യാൻ ചോദിച്ചോണ്ട് അധ്യാപികയോട് കയറി ക്യാൻ യു ഹിയർ എന്നൊക്കെ ചോദിക്കാതെ നമ്മൾ പഠിപ്പിച്ചിട്ട് കുറച്ചുകൂടെ മര്യാദ ചോദിക്കുന്നു. കുഡ് യു ഹിയർ ബിന്ദു? ഏതിന്റെ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ആണോ ചോദിച്ചേ? അത് എന്ന് പറയുമ്പോ കൃത്യ സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ തന്നെ അത് പതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൃത്യമായി തന്നെ നടക്കുക എന്നുള്ളതാണ്. എക്സാക്റ്റ് ആയിട്ട് നടക്കുക, എക്സാക്ട്ലി റൈറ്റ്. കൊള്ളേണ്ടടുത്ത് കൊള്ളുക, പതിക്കേണ്ടടുത്ത് പതിക്കുക, അറിയേണ്ടടുത്ത് കൃത്യമായി അറിയുക, ഇങ്ങനെയുള്ള മീനിങ് എല്ലാം വരും. അത് ടു ബി എക്സാക്ട്ലി റൈറ്റ് എന്നുള്ള മീനിങ് ആണ് അതിന് ആപ്റ്റായിട്ട് വരുന്നത്. അല്ലാതെ മുറിവേൽപ്പിക്കുകയും മിസ്റ്റേക്ക് ഉണ്ടാക്കുകയൊന്നും ചെയ്യുക എന്നുള്ളതല്ല. യെസ്. സ്പിൽ ദ ബീൻസ് മീൻസ് വേസ്റ്റ് ഫുഡ് അല്ല, സ്പില്ലായി പോയി, അതല്ല അർത്ഥം. വർക്ക് ഹാർഡും അല്ല. മുമ്പേ അദ്ദേഹം പറഞ്ഞു ആൻസർ അത് തന്നെ. സംസാരം നിർത്തൂ. നമ്മളൊരു പൂച്ച് പുറത്ത് ചാടിക്കുക, അല്ലെങ്കിൽ രഹസ്യം വിളിച്ചു പറയുക, ഇങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ് സ്പിൽ ദ ബീൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എഴുതാം. ഞാൻ നോക്കിയിട്ട് തന്നെ നമുക്ക് റെഫർ ചെയ്യേണ്ടിയൊന്നും എനിക്ക് വന്നില്ല. അപ്പം വളരെ പെട്ടെന്ന് ഇത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ വളരെ നല്ല രീതി ഇതൊക്കെ ചോദിച്ചേ കേട്ടോ. ഈ 4 എണ്ണം ചോദിച്ചതാണ്. നിങ്ങൾക്ക് വലിയ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല ശാന്തമായിട്ട് വളരെ കാര്യമായിട്ട് പഠിക്കൂ. കാരണം ടെൻഷൻ്റെ ആവശ്യം, ഇതൊക്കെ നന്നായിട്ട് പോയി എഴുതിക്കൂടെ? ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ദർ ഈസ് നോ നീഡ് ഫോർ എ ടെൻഷൻ. ഒരു ആൻസൈറ്റിയുടെയോ ടെൻഷൻ്റെയോ സ്ട്രെസ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അടുത്തത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ള മറ്റൊരു ഇഡിയമാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. എല്ലായ്പ്പോഴും അല്ല, ചിലപ്പോഴും അല്ല, അപൂർവമായിട്ടും അല്ല, ഒരിക്കലും ഇല്ല. റയർലി വേണമെങ്കിൽ പറയാം. വൺസ് എന്ന് വെച്ചാൽ വളരെ അപൂർവമായി. നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും സംഭവിക്കില്ലെന്നാണ്. സംടൈംസ് വരത്തില്ല കൃഷ്ണപ്രസാദ്, സംടൈംസ് വരത്തില്ല.
വൺസിന് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യത്തിനാണ് വൺസിന്റെ ബ്ലൂ മൂൺ. നമ്മളിപ്പോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന കാര്യങ്ങൾ പറയുമല്ലോ. എന്തേ സർ അത് ഹിന്ദിയിലും അത് സെയിം ഒന്ന് അതേപോലെ ഉണ്ട്, ഈദ് കാ ചാന്ദ് ഹോന. അതെ 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 കറക്റ്റ്. റമിഷയ്ക്ക് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ ഫേവററ്റ് ഒരു വിഷയം കൂടിയാണ് ഹിന്ദി. ഐ ആൾസോ ലൈക്ക് ഹിന്ദി. യെസ്, വെരി ഗുഡ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഹിന്ദി നല്ല ഇതാണ് ചാന്ദിനി രാത്ത് ജയ്സ എന്നുള്ള ഫൂലോങ്കെ രംഗ്. ഞാൻ വിചാരിക്കലുണ്ട് സാർ ചില സമയത്തെല്ലാം പറയലുണ്ടല്ലോ ഹിന്ദി ഷെയർ ചെയ്യലുണ്ടല്ലോ. ഹിന്ദി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. മലയാളം വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ റയർലി എന്നാണ്. യെസ്. അപ്പൊ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അത് ഉപകാരപ്പെടും. നമുക്ക് ഹിന്ദിയിലുണ്ടല്ലോ ഇതേപോലെ തീർച്ചയായും ഡെഫിനറ്റ്ലി ദോസ് ഹു ആർ റൈറ്റിംഗ് യെസ് KV എക്സാമിനേഷനൊക്കെ ഹിന്ദി ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. അത് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ, അത് കാണാറുണ്ട്. അടുത്തത് കട്ട് ദ ഗോർഡിയൻ നോട്ട്. ഈ നോട്ടിന്റെ അർത്ഥം കുരുക്കെന്നാണ്. ഈ കട്ട് ദ ഗോർഡിയൻ നോട്ട്സ് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം. അത് മുറിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയ, നമ്മളിൽ ലാബറിന്ത് എന്നൊക്കെ പറയാറുണ്ട്, 100 years of solitude എന്നൊക്കെ പറയുന്നത്. വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെയാണ് റോപ്പ് മുറിക്കുക എന്നോ വർക്ക് ഒഴിവാക്കുക എന്നൊന്നുമല്ല. ഒരു ടാസ്ക് ഡിലേ ആക്കുക, ഒരു പ്രവൃത്തി ഡിലേ ആക്കുക എന്നൊന്നുമില്ല. അതേപോലെ ഇപ്പോ ടേൺ എ ഡെഫ് ഇയർ മീൻസ് ഒരാളെ നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മറുപടി പറയാതെ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അത് നെഗ്ലക്ട് ചെയ്യുക, അവഗണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക എന്നല്ല അർത്ഥം, ചിരിക്കുക എന്നോ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല അർത്ഥം. അപ്പോൾ ടേൺ എ ഡെഫ് ഇയർ എന്ന് വെച്ചാൽ ചെവി കൊടുക്കാതിരിക്കുക എന്ന് വെച്ചാൽ അവരെ അവഗണിച്ചു എന്നാണ് അർത്ഥം. ഇതൊക്കെ ഊഹിച്ചെഴുതാം, വലിയ റിസ്ക് ഒന്നും ഇല്ല, സിമ്പിൾ അല്ലേ. അതേപോലെ പല്ലും നഖവും ഉപയോഗിച്ച് ടൂത്ത് ആൻഡ് നെയിൽ എന്താണ് അർത്ഥം? ഹാർഷ്ലി, ക്വിക്ക്ലി, വിത്ത് ഫുൾ ഫോഴ്സ്, വളരെ ശക്തിയിൽ എന്നാണ്. ഹാർഷ്ലി എന്ന് വെച്ചാൽ റൂഡിലി, റഫ്ലി എന്നാണ്. ഹാർഷ് നമ്മൾ പറയത്തില്ലേ, ഹാർഷ് വേഴ്സ് എന്നൊക്കെ പറയാറില്ലേ. ക്വിക്ക്ലി. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു വാക്കൊന്ന് പറയാം. ഇൻഎബ്രിയേറ്റഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കൂ. ഇൻഎബ്രിയേറ്റഡ്, ആരെങ്കിലും നോക്കിയാൽ മതി. ഇൻഎബ്രിയേറ്റഡ്, INEBRIATED, ഇൻഎബ്രിയേറ്റഡ് കണ്ടീഷൻ. നോക്കിയോ? ഇൻഎബ്രിയേറ്റഡ് എന്നുള്ള വാക്കാരെങ്കിലും നോക്കിയോ? എന്താ റമിഷ പറഞ്ഞേ? നമ്മൾ അങ്ങനെ ഒരു വാക്ക് ഇന്ന് എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? ഇന്നത്തെ ക്ലാസ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഡ്രങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറഞ്ഞായിരുന്നോ? യെസ്, ഇൻഎബ്രിയേറ്റഡ്. അതാണ്. മദ്യപിച്ച് വണ്ടിയൊക്കെ ഓടിക്കുമ്പോ ഇൻഎബ്രിയേറ്റഡ്, ദ ഡ്രൈവർ വാസ് ഇൻ ആൻ ഇൻഎബ്രിയേറ്റഡ് കണ്ടീഷൻ. വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ വാക്ക് ഇൻഎബ്രിയേറ്റഡ് എന്നുള്ളത്? അപ്പൊ ആ വാക്ക് പഠിച്ചില്ലേ? അപ്പൊ ഞാൻ എൻ്റെ ഒരു ജോലി ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം ഇനി ഞാൻ പറയില്ല ഇൻഎബ്രിയേറ്റഡ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആൻസർ. ഇൻഎബ്രിയേറ്റഡ്, ആൻ ഇൻഎബ്രിയേറ്റഡ് കണ്ടീഷൻ. ഇപ്പൊ ഒരു വാക്കൂടെ പുതിയ വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ സർ? അതിനെന്താ? INEBRIATED, ഇൻഎബ്രിയേറ്റഡ്. അതാ നിങ്ങൾ ഇനി നാളെ കിടന്ന് നോക്കി മെനക്കെടുന്നത്. ടൂത്തനെയിൽ പല്ലും നഖവും ഉപയോഗിച്ചെന്ന് വെച്ചാൽ വളരെ എഫർട്ട് എടുത്ത് നമ്മുടെ പല്ല് വളരെ ശ്രമം, തീവ്ര പരിശ്രമം എന്നൊക്കെ പറയാം. മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ മീൻസ്, മേക്ക് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ. നമ്മുടെ മുഖത്തൊക്കെ ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഫേസിലോ എവിടെ, നമ്മുടെ മുഖത്തും എവിടെയെങ്കിലുമൊക്കെ കറുത്ത ഗുളികനൊക്കെ കാണും. ചെറിയ കൊച്ചു കറുത്ത ഗുളികൻ, കൊച്ചു കറുത്ത പൊട്ട് പോലെ.
അപ്പൊ അത് പലപ്പോഴും നമ്മുടെ SSLC ബുക്കിനകത്തൊക്കെ ഐഡന്റിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. എ ബ്ലാക്ക് മോൾ ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ഹിസ് ലെഫ്റ്റ് ഇയർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ആ ലിജു മോളെ എഴുതിയിരിക്കുന്ന തെറ്റാണ് കേട്ടോ, ഡി അല്ല. യെസ്, ഒരു ചെറിയ സംഭവം നമ്മളിപ്പോ ആരെങ്കിലും കറുത്ത നിറത്തിൽ ഒമിറ്റ് ചെയ്താൽ നമ്മൾ വീട്ടിൽ ചെന്ന് പറയണം അയാൾ 3 കാക്ക ഛർദ്ദിച്ചു എന്ന് പറയും. പർവ്വതീകരിച്ച് പറയുക ഒരു ചെറിയ കാര്യം, ഒരു സിമ്പിൾ സില്ലി ട്രിവിയൽ മാറ്റർ അങ്ങ് പർവ്വതീകരിച്ച് അങ്ങ് ചെറിയ എവിടെയെങ്കിലും ഒരു വഴക്കുണ്ടായാൽ മതി, വീട്ടിൽ ചെന്ന് എന്തുവായിരുന്നു ഇവിടെ എന്നൊക്കെ പറയാറുണ്ട്. എക്സാജറേഷൻ, അങ്ങനെ ഒരു കാര്യം പർവ്വതീകരിച്ച് പറയുന്നതിനാണ് എക്സാജറേഷൻ. മേക്ക് എ മൗണ്ടൻ, ഒരു പർവ്വതം ഉണ്ടാക്കുക. എന്ത് ചെയ്യുന്ന ചെറിയ ഒരു മോൾ ഹിൽ, കൊച്ചൊരു മോള് പോലെ ഒരു മറുക് പോലെ ഉള്ള ഒരു ചെറിയ കാര്യം ഒരു പർവ്വതത്തെ പോലെ വിശാലമാക്കി പറയുന്നതാണ് ഇനി നിങ്ങൾ മറക്കില്ലെന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ അത് കേട്ടു കഴിഞ്ഞു. ഇനി വിയർ ആൻഡ് ടിയർ, കണ്ടിന്യൂസ് റിപ്പയർ, നാച്ചുറൽ ഡാമേജ്, ഡെക്കറേഷൻ, ഇംപ്രൂവ്മെന്റ്. കീറിപ്പറഞ്ഞ് നമ്മൾ പറയത്തില്ലേ വിയർ ആൻഡ് ടിയർ ക്ലോസ് എന്നൊക്കെ പറയാറ്. വിയർ ആൻഡ് ടിയർ എന്ന് വെച്ചാൽ കീറിപ്പറഞ്ഞെന്നാണ്, മോശപ്പെട്ടെന്നാണ്. നിരന്തരം റിപ്പയർ ചെയ്തെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവികമായിട്ടും തകർന്ന് നമ്മുടെ ഇപ്പൊ വണ്ടികളുടെ ടയറൊക്കെ കണ്ടിട്ടില്ലേ, നാച്ചുറൽ, അത് ടോറന്റ് അതിന്റെ എന്താ ടയറിന്റെ ഒക്കെ സ്ട്രിങ് ഒക്കെ പുറത്തു വന്നിട്ട് ഓടിയിട്ട് അത് അവരത് ടയർ കട്ട ചെയ്യുകയൊന്നും ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നാച്ചുറൽ ഡാമേജ് സംഭവിക്കാറുണ്ട്. അപ്പം വിയർ ആൻഡ് ടിയർ കീറിപ്പറഞ്ഞ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു മലയാളം യൂസേജ്. അടുത്ത ഒരെണ്ണം, ഗീവ് സമ്മൺ ദ കോൾഡ് ഷോൾഡർ, ഹെൽപ്പ് സമ്മൺ, ഇഗ്നോർ സമ്മൺ, ഇൻവൈറ്റ് സമ്മൺ, പണിഷ് സമ്മൺ. ഒരാളെ സഹായിക്കുന്നതിന് കോൾഡ് ഷോൾഡർ എന്ന് പറയില്ല. ഒരാളെ സഹായിക്കുന്നതിന് നമ്മൾ ഒരിക്കലും കോൾഡ് ഷോൾഡർ എന്ന് പറയില്ല. ഇൻവൈറ്റ് ക്ഷണിക്കുക എന്നുള്ളതും പറയാറില്ല. പണിഷ് ശിക്ഷിക്കുക എന്നും പറയാം. നമ്മൾ ഒരാളെ അവഗണിക്കുകയാണ്, കാരണം അയാൾക്ക് ഒരു കോൾഡ് ഷോൾഡർ അവിടുത്തെ ഒരു നല്ല ഇപ്പൊ നിങ്ങൾ ഒരു മാരേജിന് ചെന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് ചെന്നു, അവിടെ നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടാതിരിക്കുക, കോൾഡ് ഷോൾഡർ. അപ്പൊ നമുക്കൊരു അവഗണനയാണ്. അതൊക്കെ ഊഹിച്ച് തന്നെ എഴുതാവുന്ന കാര്യമാണ്. കോൾഡ് ഷോൾഡർ ഹോട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല, കോൾഡ് ആണ്, തണുത്ത സമീപനം. നമ്മൾ ഈ കോൾഡ് ഷോൾഡർ അല്ലാത്തൊരു ഷോൾഡറിങ് ഉണ്ട്, ഒരു ഹെസിറ്റേഷനെ കാണിക്കുന്ന ഷോൾഡർ ഉണ്ട്. അതെന്താണെന്നറിയാമല്ലോ, ടു എക്സ്പ്രസ് ഹെസിറ്റേഷൻ. അതെന്താണെന്ന് ഇവിടെ കണ്ടുപിടിച്ചോണം. ഷോൾഡർ ഇങ്ങനെ റേസ് ചെയ്തിട്ട് താത്തിടുന്നതിന് എന്താണ് പറയുക? അങ്ങനെ പലരും ചെയ്യത്തില്ല, പറ്റില്ല നെഗറ്റിവിറ്റി കാണിക്കാനായിട്ട്. യെസ്, അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്, എ ഹെർക്കൂലിയൻ ടാസ്ക്. ഡിഫിക്കൽട്ട് ജോബ്, അതായത് ഈജിയൻ ഗ്രീക്കാണ്. ഈജിയൻ കുതിരാലയം സ്റ്റേബിൾ, അത് കഴുകാൻ വേണ്ടി അവിടെ പുഴയാണ് ഹെർക്കുലീസ് വഴിതിരിച്ചു വിട്ടതെന്ന് ഒരു മിത്ത് പറയാറുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭയങ്കര ഹെർക്കുലീസ്, സൈക്കിളിന്റെ ഒക്കെ പേരങ്ങനെയല്ല, ഹെർക്കുലീസ് ചെയ്ത പോലുള്ള പ്രവൃത്തി. അയാൾ പുഴയെ തന്നെ കുതിരലായം കഴുകാൻ വേണ്ടി തിരിച്ചു വിട്ടപ്പോൾ ഭയങ്കര ശ്രമകരമായ ജോലിക്കാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് അത്രയും മതിയെന്ന് തോന്നുന്നു. ഞാൻ ടൈം നോക്കിയിട്ട് 9:06 അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല ഗൗരവമുള്ള ടോപ്പിക്കാണ്. ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷനൊക്കെ വരുന്നുണ്ട്. 12ന്റെ ഡിഫിക്കൽട്ട് ജോബ്, കടുത്ത ജോലി, ഫണ്ണി ടാസ്ക് അല്ല, പതിവായ ജോലിയല്ല, ഈസി ജോബ്. അപ്പം കുറെ ഏറെ എന്താണ് ബിന്ദു? സാർ 6th 7th 8th അത് കിട്ടിയില്ല. തീർച്ചയായിട്ടും പറഞ്ഞുതരാം. 6th 7th 8th. ഓക്കെ, റൈറ്റ്. 6th കട്ട് ദ ഗോർഡിയൻ നോട്ട് എന്ന് വെച്ചാൽ നോട്ടിന്റെ അർത്ഥം കുരുക്കെന്നാണ്. ഒരു കുരുക്കഴിക്കുക എന്ന് വെച്ചാൽ ഒരു ലാബറിൻസ്. അവിടെ 100 years of solitude എന്നൊക്കെ പറഞ്ഞിട്ട് ലാബറിൻത് ഓഫ് സോളിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് മാർക്കസിന്റെ ഒക്കെ ബുക്കൊക്കെ ഉണ്ട്. അപ്പോ ഒരു വലിയ കഠിനമായ ഒരു പരിപാടി സോൾവ് ചെയ്യുന്നതിനെയാണ് ഗോർഡിയൻ നോട്ട്, കട്ട് ദ ഗോർഡിയൻ നോട്ട്. പിന്നെ ഗോർഡിയൻ നോട്ട് എന്ന് മാത്രമല്ല, കട്ട് ദ ഗോർഡിയൻ നോട്ട്സ് എന്നുള്ള ഇഡിയത്തിന്റെ മീനിങ്. ഒരു വലിയ പ്രശ്നം പരിഹരിക്കുക. ഓക്കെ ആയോ? ഇനി 7ാമത്തത്
ടേൺ എ ഡെഫ് ഇയർ. നമ്മൾ ഒരാൾ പലതും പറയുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക, ചെവി കൊടുക്കാതിരിക്കുക, അപ്പൊ അവരെ അവഗണിക്കുന്നതിന് ഇക്വലന്റ് ആണ്. അതാണ് ടേൺ എ ഡെഫ് ഇയറിന്റെ ആൻസറാ പറയുന്നത്, ഇഗ്നോർ എന്നുള്ളത്. ക്ലിയർ ആയോ? കേട്ടോ? ബിന്ദു കേട്ടോ പറഞ്ഞത്? ഇപ്പോ ബിന്ദുവിന്റെ മൊബൈൽ അവിടെ എന്തോ റേഞ്ച് പ്രശ്നമുണ്ട്. ബിന്ദു ഇപ്പൊ പറഞ്ഞത് കേട്ടായിരുന്നോ? ബിന്ദുവിന്റെ റിപ്ലൈ വരുന്നില്ല. കേട്ടോ? ഹലോ സാറേ. ആ കേക്കും, ഞാൻ ബിന്ദു പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? കിട്ടിയില്ല സാറേ, ഇടക്ക് ബ്രേക്ക്. ഏതിന്റെ കിട്ടാത്തത്? ഇല്ല കിട്ടിയില്ല, ഇടക്ക് ബ്രേക്ക്. വിച്ച് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ പറയൂ, ഏതാ കിട്ടാത്തതെന്ന്. സാറ് ഡിസ്കസ് ചെയ്ത idioms മാത്രം നോക്കിയാൽ മതി സാറേ. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അല്ല, അത് നന്നായി. അല്ല, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന് മാത്രം പഠിച്ചാൽ മതിയോ? കിട്ടിയില്ല. ഏതാണ് ബിന്ദു? ഏത് ഓപ്ഷൻ? കിട്ടിയില്ല. ബിന്ദു കിട്ടിയില്ല. ബിന്ദു ഒരു കാര്യം ചെയ്യും, മെസ്സേജ് ചെയ്യും ഏത് ഓപ്ഷൻ ആണെന്ന്. കേട്ടു. പിന്നെ അതാണ് ചിലര് സംസാരിക്കുമ്പോ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് കേട്ടു. ഓപ്ഷൻസ് കേട്ടില്ല. ഓപ്ഷൻ ലിസൺ കെയർഫുള്ളി, ഇഗ്നോർ, ലാഫ്, സപ്പോർട്ട്. കേട്ടു. ചിലര് സംസാരിക്കുമ്പോൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ടേൺ എ ഡെഫ് ഇയർ. യെസ്, കറക്റ്റ്. അടുത്തത് ടൂത്ത് ആൻഡ് നെയിൽ, പല്ലും നഖവും ഉപയോഗിച്ച് എന്ന് വെച്ചാൽ വളരെ കഠിനമായി കേട്ടു സർ. നമ്മൾ അങ്ങോട്ട് ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്ന് ഒരുപാട് പേര് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത ദിവസമാണ്. അപ്പൊ നിങ്ങൾ ഈ കുറച്ചു പേരെങ്കിലും, എല്ലാവരും ഇതിനകത്തൊന്നും പറയാറില്ല, അത് വളരെ സങ്കടമാണ്. കാരണം ടീച്ചേഴ്സ് എന്നുള്ള ഒരു വർഗ്ഗമാണ്, ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമുക്കിവിടെ ഫ്രീ കമ്മ്യൂണിക്കേഷനാണ് ആവശ്യം, അല്ലാതെ അവിടെ റെസ്ട്രിക്ഷനോ മറ്റെന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു ടാബു, ഒരു ഇംപെഡിമെന്റ്, തടസ്സം അതുണ്ടാവരുത്. അപ്പൊ കുട്ടികൾ സംസാരിക്കണം, പറയണം, അങ്ങനെയൊക്കെയല്ലേ ക്ലാസ്സുകളൊക്കെ പോകേണ്ടത്. ഇന്ററാക്ഷൻ ഇല്ലാതെ ഒരു ഡിക്റ്ററ്റോറിയൽ എംപയറിക്കൽ ക്ലാസ് മുറി അല്ലല്ലോ വേണം. ചോദിച്ചോളൂ സജിത. ഈ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ഉണ്ടോ സാറേ ഇതില്? ക്വസ്റ്റ്യൻ ടാഗ് കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് പഠിച്ചു വെക്കുന്നത് തെറ്റൊന്നുമില്ല. അതിനെന്താ? ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് പഠിച്ചു വെക്കുന്നതിന് ക്വസ്റ്റ്യൻ ടാഗ് ചിലപ്പോ വന്നാൽ നമുക്ക് എഴുതണ്ടേ? നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്കൊക്കെ പോകാം കേട്ടോ. ഇത് കുറെ കഴിയട്ടെ. ഇത് കുറെ കുട്ടികൾക്ക് ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? അവർക്ക് ഈ പഠിക്കാത്ത, അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് കാണുന്ന വ്യക്തിക്ക് കുറച്ചും കൂടി അവർക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് തോന്നും. ഇത്ര ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെനിക്കൊന്ന് നോക്കാം, എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ PYQ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, പല കുട്ടികളും നന്നായിട്ട് അതിനകത്ത് കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ കാരണം എന്താ? ഇത് പറ്റും, എനിക്ക് പറ്റും, ഞങ്ങൾക്ക് വിചാരിച്ചാൽ നടക്കുന്ന കേസേ ഉള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം പഠിച്ചുകൊണ്ടിരുന്ന അതും പഠിച്ചുകൊണ്ടിരിക്കാനേ പറ്റും. അതേസമയം ഇത് കുറെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും മേഖലകളൊക്കെ ഇനി അതിന് സമയമുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്ഥാപനം കുട്ടികളുടെ ഭാഗത്ത് നിന്നല്ലാതെ നമ്മൾ മറ്റുള്ള ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ മറ്റൊരു മോണിറ്ററി മേഖല മാത്രം ഒന്ന് ചിന്തിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം ആ രീതിയിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഞാനായാലും മറ്റുള്ള അധ്യാപകരായാലും ഇതിൻ്റെ നടത്തുന്ന സുഭാഷ് മഷായാലും എല്ലാവരും നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടി, വെൽഫെയറിന് വേണ്ടി നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടണം എന്നുള്ള ഉറച്ച ഇതിലോട് കൂടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ അവസരം തരുമ്പോൾ അങ്ങനൊന്നും ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇപ്പം ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നിങ്ങൾ പണ്ട് പഠിച്ചതും ഇപ്പോഴത്തെ കാര്യം തമ്മിൽ യു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ദെൻ യു ഇവാലുവേറ്റ് ഇറ്റ്, അസസ് ഇറ്റ്, നിങ്ങളൊന്ന് വിലയിരുത്തൂ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഞങ്ങൾക്ക് എത്രയോ പുതിയ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നു, എളുപ്പമുള്ള വഴികൾ കിട്ടുന്നു. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ നോക്കേണ്ടത്. നമ്മൾ നാളെ ടീച്ചർമാരായിട്ട് പോകേണ്ടവരല്ലേ. ആ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാമല്ലോ.
അപ്പൊ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഇതിന്റെ മനസ്സിലാകാതെയോ അല്ലെങ്കിൽ പഠിപ്പിച്ച റൂളുകൾ അറിയാതെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സംസാരിക്കാം. സർ, ഒരു ഇടിമേ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് അത് എന്താ സെക്കൻഡ് മീനിങ്? ക്യാറ്റ്സ് ആൻഡ് ഭയങ്കരമായിട്ട് ഹെവി റെയിൻ, ഇന്റൻസ് റെയിൻ എന്നാണ്. അത്രയുള്ള അർത്ഥം. എന്ന് വെച്ചാൽ പട്ടിയും പൂച്ചയായിട്ട് പെയ്യുന്നു എന്ന് വെച്ചാൽ തുള്ളിക്ക് ഒരു കുടമെന്ന പോലെ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത ഇന്റൻസിറ്റിയെ കാണിക്കുകയാണ്. അതിന്റെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ടുള്ള യൂസേജ് ആണത്. നമ്മൾ തുള്ളിക്ക് ഒരു കുടം എന്ന് പറയുന്ന പോലെയാണ്. ഭയങ്കര ഒരു കൺട്രോളും ഇല്ല, എന്തൊരു മഴയെന്ന് പറയില്ലേ. അന്നേരം അതൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുക. യെസ്. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? അല്ല, നമ്മൾ ഇത് തീർന്നിട്ടില്ല. ഉണ്ട്, അതെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് തീർന്നില്ലല്ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തുടങ്ങിയല്ല ഉള്ളു ഇന്ന്. അതുകൊണ്ട് അത് മുമ്പേ ഞാൻ കൃഷ്ണപ്രസാദ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, സിനോണിംസ് ഇതിനകത്ത് വരുന്നുണ്ട്, ആന്റോണിംസ് വരുന്നുണ്ട്. അതല്ല ഇതിന്റെ പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ സെക്ഷൻ കഴിഞ്ഞു പോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. യെസ്. അപ്പൊ ഇന്ന് വന്നവരെ സംബന്ധിച്ച് അവർക്ക് അതിന്റെ മെറിറ്റ് ഉണ്ടായിരിക്കും. അതാരാ വിശദീകരിക്കുന്നത്? ഇന്ന് വന്നവർക്കുള്ള മെറിറ്റിനെ കുറിച്ച് ആരാ പറഞ്ഞത്? തീർച്ചയായിട്ടും സർ. രമേശയാ പറഞ്ഞത്. ഉറപ്പായിട്ടും. നമ്മള് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബേസ് അറിയാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോ മുതൽ ഇപ്പൊ ഇന്ന് വരെയുള്ള ക്ലാസ് വരെ നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്. എങ്ങനെ നോക്കാം, എങ്ങനെ പറയാം. അല്ലാതെ ചിലപ്പോ ഒക്കെ നമ്മൾ ഒരു ഗസ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്ന ഒരു രീതി മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും മാറി എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട്. അതിന്റെ കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്. ഷുവറാണ്. ഹാറ്റ്സ് ഓഫ് യു സർ. സാറിന്റെ എഫേർട്ടിന്. റമിഷയാണ് പറഞ്ഞത്. റമിഷ വേറൊരു കാര്യമുണ്ട്. ഒരു കാഷ്വൽ ഒരു വിദ്യാർത്ഥിയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷീ ഹാസ് ആൾസോ ഡീപ് റൂട്ടഡ് നോളജ്, തറോ നോളജ് ഇൻ അനദർ ലാംഗ്വേജ് ആൾസോ, ഹിന്ദി. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് വിലയിരുത്തിയത്. അതുകൊണ്ട് അതിന്റെ പ്രത്യേക ഒരു പരിഗണന, കൺസിഡറേഷൻ നമ്മൾ കാണേണ്ടതാണ്. മറ്റാരെങ്കിലും പറഞ്ഞോളൂ, റമിഷ അല്ലാതെ. ആസ് യൂഷ്വൽ നല്ല ക്ലാസ് ആയിരുന്നു സർ. പരന്ന വായന എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരന്ന ക്ലാസ്. അതായത് മറ്റുള്ളതെല്ലാം കൂടി മനസ്സിലാക്കി തരുന്ന ഒരു രീതി. അത് വളരെയധികം ഉപകാരം ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ലാംഗ്വേജിന്റെ കേസിൽ. അപ്പൊ അത് സജനയുടെ ഒപ്പീനിയൻ ആണ് കേട്ടത്. വളരെ നമ്മുടെ ഇയാള് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ പോലെ ഈ ഇതിനകത്ത് അയാൾ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഇത് ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ ടാലന്റ് ഈസ് ലൈക്ക് എ നാച്ചുറൽ പ്ലാന്റ്. സിസ്റ്റമാറ്റിക്കൽ ട്രിമ്മിങ്, പ്രൂണിങ്, കട്ടിങ്, വാട്ടറിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്. വൈഡ് റീഡിങ്, വാസ്റ്റ് റീഡിങ്, ഒറേഷ്യസ് റീഡിങ് ഈസ് വെരി എസെൻഷ്യൽ. ഇതൊക്കെ നമുക്ക് ആ സ്റ്റഡീസ് എന്നുള്ള എസ്സേ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് വൈസ് ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ടുഡേ ഫോർ ദ ടൈം ബീയിങ് ഐ കൺക്ലൂഡ് ദിസ് സെഷൻ. വി വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ഡേ ദ റിമൈനിങ്. യു ഡോണ്ട് മിസ് ദി ക്ലാസ്. ഈച്ച് ആൻഡ് എവറി ക്ലാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റെലവൻസ്. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയും നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യുക. പിന്നെ അത് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലാസ്സുകളെല്ലാം ഫ്രൂട്ട്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ല, ഈ ടോപ്പിക്കുകൾ വളരെ നല്ലതാണ്. അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ അസസ്മെന്റിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ then thank you all for your nice cooperation. Okay. Thank you sir. Thank you, sir. Okay, good night. Okay, thank you. Good night, sir.